പക്ഷേ ഈ കോഡിംഗ് എന്നുള്ളത് എഐക്ക് ചെയ്യാം, ChatGPT ക്ലോഡിനൊക്കെ അടിപൊളിയായി ചെയ്യാം. പിന്നെ എന്തിന് നമുക്ക് ഇത്രയധികം ആളുകളെ വേണം? 5-6 കൊല്ലം പഠിക്കണം. They don't want to spend time for that. എങ്ങനെയും +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് പോവുക, പെട്ടെന്നൊരു ജോലി കിട്ടുക, പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക. 2 ആഴ്ച മുമ്പാണ് ഒറാക്കിൾ 30,000 ആളുകളാണ് ഒറ്റ ദിവസം രാവിലെ 6 മണിക്ക് മെയിൽ അയക്കുന്നത്, യു ആർ നോ ലോങ്ങർ ഇൻ ദ കമ്പനി എന്ന് പറഞ്ഞിട്ട്. 50% കേരളത്തിൽ എഞ്ചിനീയറിംഗ് പാസ്സാവുന്ന ആളുകളുടെ എണ്ണം. കൂട്ടിപ്പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ഉള്ള സ്റ്റേറ്റ്സിൽ ഒന്നാണെന്ന് കേരളം. അറൌണ്ട് 31% അൺഎംപ്ലോയ്മെന്റ് ഉള്ള സ്റ്റേറ്റ് ആണ്. ബട്ട് വി ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഒരു ഡോക്ടർക്ക് MBBS കഴിഞ്ഞാൽ നമ്മൾ 1 ലക്ഷം രൂപ സാലറി കൊടുക്കും. 8 മണിക്കൂർ അയാൾ വർക്ക് ചെയ്യുന്നു. ഒരു ഡ്രൈവർക്ക് നമ്മൾ 8 മണിക്കൂർ വർക്ക് ചെയ്താൽ മേബി 25,000 രൂപ സാലറി കൊടുക്കും. ആ ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ 5 വർഷം പഠിച്ച ഒരാളെ അവിടെ കൊണ്ടുവന്നിരുത്തണം. ഡ്രൈവിംഗ് ഒരു 2 മാസം കൊണ്ട് ആർക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പെടാൻ പറ്റാത്തൊരു സംഭവം എന്നുള്ളത് കുറച്ചുകൂടി ബ്ലൂ കോളർ ജോബ്സ് ആണ്. ഫൈനാൻസ്, മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ഈ ഏരിയാസിലൊക്കെ എയുടെ ഇമ്പാക്റ്റ് ഉണ്ടാവും. നമുക്കൊരു ഇലക്ട്രീഷ്യനെ വിളിക്കുന്നതിന് പകരം നമുക്ക് എയോട് ഇപ്പോൾ ചെയ്യാൻ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പ്ലംബറെ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് ഇത്ര അധികം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ എഞ്ചിനീയറിംഗ് കോളേജസിനെ നമ്മളൊന്ന് പോളിടെക്നിക് ആക്കി മാറ്റണം. അതൊരു ഡൗൺ ഗ്രേഡ് അല്ല, അത് ഇന്നത്തെ കാലത്ത് ഒരു അപ്ഗ്രേഡ് ആണ്. എഐക്ക് ഒരു പക്ഷേ അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത എന്താണ്, അത് ഹ്യൂമൻ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തൊരു കാര്യമാണ്. ഒരു എമ്പതിയോട് കൂടിയിട്ട് ഒരു രോഗിക്ക് നിങ്ങൾക്ക് മേ ബി ക്യാൻസർ ആണ് എന്നുള്ളതും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾ സമാധാനിക്കും, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവും എന്നുള്ളതും ഒന്ന് സമാശ്വാസിപ്പിക്കുന്ന ഒരു ഡോക്ടറെ നമ്മൾ നല്ല ഡോക്ടർ എന്ന് വിളിക്കും. അല്ല, ഇതൊന്നും ഒരു കോഴ്സിലൂടെ പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമല്ല. നമസ്കാരം, ചാറ്റ് വിത്ത് ഭക്തൻ്റെ പുതിയ ഒരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുറച്ച് എന്താ പറയുക, പഠിത്തത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ചില ആളുകൾക്ക് ഇത് ചിലപ്പോൾ ബോറടി ആയിരിക്കാം, ചില ആളുകൾക്ക് വളരെയധികം എക്സൈറ്റിംഗ് ആയിരിക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. എന്തായാലും കൊച്ചു കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഒരു 5ാം ക്ലാസ് മുതൽ ഒരു 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊക്കെ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എന്നോടൊപ്പം എത്തിയിരിക്കുന്നത് മുഹമ്മദ് അജ്മൽ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം IIT-യിൽ നിന്നും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ ഒരാളാണ്. കുറച്ച് നാൾ ഇൻറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സ്വന്തമായിട്ട് X&Y ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നു. ഒപ്പം അൺലേൺ വിത്ത് അജ്മൽ എന്ന് പറഞ്ഞ പേരിൽ ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്. യെസ്. അപ്പോൾ വെൽക്കം അജ്മൽ ടു ചാറ്റ് വിത്ത് ഭക്തൻ. താങ്ക്സ് സുജിത്ത്. സുഖല്ലേ? യെസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ, സുഖമായിട്ട് പോകുന്നു. ഒരുപാട് കോൾസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അഡ്മിഷൻ മീൻസ് ഇപ്പോൾ വരുന്ന സമയത്ത് പോലും ഈ കോളേജ് പോകണോ, ആ കോഴ്സ് എടുക്കണോ എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള കുറേ. അപ്പം യൂഷ്വലി എക്സാംസ് കഴിയുമ്പോഴാണോ അപ്പോൾ കുട്ടികൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആലോചിക്കുന്നത്? അതെ, ലാസ്റ്റ് മിനിറ്റാണ് നമ്മുടെ പാരൻസും കുട്ടികളും ജനറലി ആലോചിക്കുന്നത്. അല്ലെ, എന്ത് ചെയ്യണം, ഏത് കോഴ്സിന് പോകണം, ഏത് കോളേജിൽ പോകണം, ഇന്ന കോഴ്സ് പഠിച്ചാൽ സ്കോപ്പ് ഉണ്ടോ, ഏത് കോഴ്സ് പഠിച്ചാൽ നമുക്ക് കൂടുതൽ ശമ്പളം കിട്ടും, റൈറ്റ്? ഇങ്ങനെയുള്ള കുറേ കൺസേൺസ്. ഇതെനിക്ക് യോജിച്ച കോഴ്സാണോ? ജനറലി അങ്ങനത്തെ ഒരുപാട് കൺസേൺസ് വരുന്ന സമയമാണ് ഏപ്രിൽ, മെയ്, ജൂൺ എന്നുള്ളത്. ഒരുപാട് എൻട്രൻസ് എക്സാംസും +2 എക്സാമൊക്കെ കഴിഞ്ഞ സമയമാണല്ലോ. സോ ഡെഫിനറ്റ്ലി ഒരുപാട് ചോദ്യങ്ങൾ വരുന്നൊരു സമയമാണ്. ചില ചോദ്യങ്ങൾ കേട്ടാൽ ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ഇപ്പോൾ നമ്മളോട് വിളിച്ചിട്ട് ഒരു പാരൻറ്റ് വിളിച്ചിട്ട് ചോദിക്കും, എൻ്റെ കുട്ടി ഇന്നത് കഴിഞ്ഞു, അവൻ ഏത് കോഴ്സിന് പോകണം? അത് ഞാനാണോ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കുട്ടി ഏത് കോഴ്സിന് പോകണം എന്നുള്ളത്? ഞാനെങ്ങനെ അറിയാനാണ്? അപ്പോൾ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്കാണല്ലോ അറിയാം, എനിക്കറിയില്ലല്ലോ. അല്ലെങ്കിൽ ചോദിക്കും, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ ഇത്ര രൂപ ശമ്പളം കിട്ടുമോ? എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ ഇത്ര രൂപ ശമ്പളം കിട്ടുമോ. അല്ലെങ്കിൽ ഇന്ന കോളേജിൽ പോയി പഠിച്ചാൽ അവന് പ്ലേസ്മെൻറ്റ് കിട്ടുമോ? അതാ കുട്ടി 4 വർഷം എന്ത് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, അവൻ എന്ത് സ്കില്ല് ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് അവന് പ്ലേസ്മെൻറ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു വളരെ ഷുവർ ഷോട്ട് ആൻസേഴ്സ് വേണം. ഈ പ്രഡിക്ഷൻസ് നടക്കണം. 4 വർഷം കഴിഞ്ഞാൽ എൻ്റെ കുട്ടി, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഓക്കെ പറഞ്ഞാൽ അന്ന് അയാൾ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അജ്മൽ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇന്നാൾ പറഞ്ഞല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമായിരിക്കും, ശരിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, വളരെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് ആക്ച്വലി. പക്ഷെ പല കുട്ടികളും അവർ ചെറുപ്പം പോലെ പാരൻസ് ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യാറില്ലേ ഈ ഒരു തരത്തിൽ? വളരെ ലിമിറ്റഡ് ആളുകളായിരിക്കും. നമ്മളൊരു പ്രിവിലേജിൽ നിന്നായിരിക്കും അതെനിക്ക് തോന്നുന്നു സംസാരിക്കുന്നുണ്ടാവുക. മേ ബി ഞാനും സുജിത്ത് അടങ്ങുന്ന മേ ബി വി ആർ അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാവുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ആ ആളുകളിൽ പോലും അങ്ങനെയുള്ള തോട്ട്സ് ആക്ച്വലി കുറവാണെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മേ ബി ലെസ് ദാൻ ഒരു 5% മാത്രമേ അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്കിൽ സെറ്റ് റൈറ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവരിതിലോട്ട് പോകണം എന്നുള്ളതൊക്കെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത് വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിനകത്ത് തന്നെ ഞാൻ പല ടൈപ്പ് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്, ദേ വാണ്ട് ദെയർ കിഡ് ടു ബി ഡോക്ടർ. അപ്പോൾ ചെറുപ്പത്തിൽ LKG UKG കാലം പോലെ എൻ്റെ മോനെ എനിക്ക് ഡോക്ടർ ആക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുണ്ടാവും. പക്ഷേ ഈ കുട്ടിക്ക് ഒരു ഡോക്ടർ ആവാനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ ഡോക്ടർ ആവാനുള്ള അഭിരുചി ഉണ്ടോ എന്നൊക്കെ ആ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ ആ കുട്ടി തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്?
ഇൻ എ വേ യെസ്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത് വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ സുജിത്ത് പോൾഗർ സിസ്റ്റേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് ലാസ്ലോ പോൾഗർ എന്ന് പറഞ്ഞൊരു ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു ഹംഗറിയിൽ. അപ്പോൾ പുള്ളിക്കാരൻ മക്കളെ വെച്ചൊരു എക്സ്പെരിമെൻറ്റ് നടത്തുക. സാധാരണ നമ്മൾ പട്ടിയിലും പൂച്ചയിലും ഗിനി പിക്സിലൊക്കെയുള്ള എക്സ്പെരിമെൻറ്റ് നടത്തുക. പുള്ളി മക്കളെ വെച്ചൊരു എക്സ്പെരിമെൻറ്റ് നടത്തുക. മക്കളെ സ്കൂളിൽ വിട്ടില്ല. 3 പെൺമക്കളാണ്. 3 ആളെ സ്കൂളിൽ വിട്ടില്ല. ചെറുപ്പം മുതൽ അവരെ ചെസ്സ് പഠിപ്പിച്ചു. ഓക്കെ. അതിൽ 3 ആളുകളും ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സായി മാറുകയാണ്. അതിലേറ്റവും പ്രായം കുറഞ്ഞ ആൾ ജൂഡിത്ത് പോൾഗർ വേൾഡിലെ ഏറ്റവും യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആവുകയാണ്. ഓക്കെ. ബോബി ഫിഷറിനെ ബീറ്റ് ചെയ്തുകൊണ്ട് 15ാമത്തെ വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ. അപ്പോൾ പുള്ളി പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യം എന്നുള്ളത് ജീനിയസസ് ആർ നോട്ട് ബോൺ ബട്ട് ജീനിയസ് ആർ മെയ്ഡ് എന്നുള്ളതാണ്. നമ്മൾ ജീനിയസുകൾ ഒരു ബോൺ ജീനിയസ് നമ്മൾ പലപ്പോഴും പല കുട്ടികളെയും വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് പുള്ളി പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്. ആരെയും നമുക്ക് കൃത്യമായി ട്രെയിൻ ചെയ്തെടുത്താൽ നമുക്ക് ആ രീതിയിലെത്തും എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും ഈ ഡോക്ടേഴ്സിൻ്റെ മക്കൾ കൂടുതൽ ഡോക്ടേഴ്സായി മാറുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവരാ എൻവയോൺമെൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അതിലോട്ടാണ് എക്സ്പോസ്ഡ് ആവുന്നത്. മേ ബി അവരെ കൂടുതൽ ഇവർ ഈ ഒരു പ്രൊഫഷനിൽ ട്രെയിൻ ചെയ്യുന്നുണ്ടാവും ചെറുപ്പത്തിൽ. അവർ ചിലപ്പോൾ ബയോളജി കുറച്ചുകൂടി നന്നായിട്ട് ബാക്കിയുള്ള പാരൻസിനേക്കാളും നന്നായിട്ട് ഇവർക്ക് ബയോളജി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ആ ഒരു ഫീൽഡിനോട് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ടാവും. അങ്ങനെയാണ് അവർ മേ ബി ഡോക്ടേഴ്സിന്റെ മക്കൾ കൂടുതൽ ഡോക്ടേഴ്സായി വരാനുള്ള. പക്ഷെ അവരെ നെപ്പോ കിഡ്സ് എന്ന് വിളിക്കാറില്ല. നേരെ വിളിച്ചു രാഷ്ട്രീയക്കാരന്റെ മകൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഉടനെ നെപ്പോ കിട്ടും അല്ലേ? അതെ 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 കറക്റ്റാണ്. അല്ല ശരിക്കും ഇത് ഒരു ഫാക്ടറാണ്. ഇപ്പം അച്ഛനും അപ്പൂപ്പനൊക്കെ രാഷ്ട്രീയക്കാരായിട്ടുള്ള കുടുംബത്തിൽ എപ്പോൾ നോക്കിയാലും ഈ അവർ കണ്ടോണ്ടിരിക്കുന്നത് അവരുടെ ആ ഒരു ലൈഫാണല്ലോ. സുജിത്തിന്റെ മോന് വളർന്നു വരുമ്പോൾ യൂട്യൂബിന് ഒരു നോർമൽ കിഡിനെക്കാളും വിവരം ഉണ്ടാവില്ലേ? യൂട്യൂബിനെ കുറിച്ച് വ്ളോഗിങ്ങിനെ കുറിച്ച് അവന് 5 year old തന്നെ അവന് കൂടുതൽ വിവരം ഉണ്ടാവില്ലേ? ഇപ്പൊ തന്നെ ഞാനിരുന്ന് സംസാരിക്കുന്ന പോലെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കും. അവന് ആ എൻവയോൺമെന്റിലാണ് അവൻ എന്ത് ചെയ്തിട്ടുള്ളത്, അവൻ വളർന്നിട്ടുള്ളത്. റൈറ്റ്, ദാറ്റ്സ് എ റീസൺ. അങ്ങനെ അവൻ ട്രെയിൻ ചെയ്യപ്പെടും. നമ്മൾ പോലും അറിയാതെ നമ്മൾ അവനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. യെസ്. അപ്പോൾ അത് ഒരു ഫാക്ടറാണ്. ലൈക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ താല്പര്യം അവർക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്യാം, ചിലപ്പോൾ താല്പര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. ചെറുപ്പത്തിലെ ഓക്കെ, ചെറുപ്പത്തിലെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ആ ഒരു രീതിയിലാണ് ആക്കിയെടുക്കണം എന്നുള്ളതല്ല, ആക്കിയെടുക്കാം. ഓക്കെ. സോ അജ്മലിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അജ്മൽ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പം പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഇസ് എ ഡോക്ടർ. അതെ. സോ ഹി സ്റ്റിൽ വിത്ത് സർവീസ്, ഗവൺമെന്റ് സർവീസ് കഴിഞ്ഞു, റിട്ടയർഡ് ആണ്. ഇപ്പോൾ കുറച്ച് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഓക്കെ. കിഡ്നി ഡയാലിസിസ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് പോകുന്നു. ഓക്കെ. അമ്മ ഒരു ഗവൺമെന്റ് സെർവൻ്റ് ആണ്. ഷീ ഈസ് വർക്കിംഗ് ഇൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അവിടെ സെക്ഷൻ ഓഫീസറാണ്. 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയർ ആണ്. ഒരാൾ ജിപ്മറിലാണ് പഠിച്ചത്, അടുത്ത ആൾ NIT കാലിക്കറ്റിൽ പഠിച്ചു, വിസയിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് ഡോക്ടറാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്നു. ഇവര് അച്ഛൻ ഗവൺമെന്റ് സർവീസ്, അമ്മ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതും ഗവൺമെന്റ് സർവീസ്. പിന്നെ സിസ്റ്റർ പഠിച്ചത് NIT, ഒരാള് ജിപ്മർ, പിന്നെ ഇയാള് IIT. ലൈക്ക് ഇവര് ഫുള്ള് എന്താ പറയാ ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ച ഒരു ഫാമിലിയാണ്. ലൈക്ക് അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇതൊക്കെ മേ ബി പാരന്റ്സിന്റെ ഈ പറഞ്ഞതുപോലെ അവർ നേർച്ചറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ആണ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ലൈക്ക് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആലോചിക്കണം എന്നുള്ളതും നന്നായി പഠിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞതുകൊണ്ട് റൈറ്റ് നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഡ്രീം ചെയ്യണം എന്നുള്ളത് അവർ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ അവർ ഗവൺമെന്റ് സെർവൻസ് ആണ്. വളരെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫാമിലിയിൽ നിന്നല്ല. സ്കൂളിങ് ഞാൻ 10th വരെ അവിടെ അടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് 10th വരെ പഠിച്ചത്. ഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കോട്ടക്കൽ. അല്ല, അതൊരു സ്റ്റേറ്റ് സ്കൂളാണ്. 10th വരെ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് 11th 12th ഒരു ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ, PKM ഹയർ സെക്കൻഡറി സ്കൂൾ എടരിക്കോട് എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്, അവിടെയാണ് പഠിച്ചത്. ഓക്കെ. അതിനുശേഷം ആണ് IIT-ലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് ബിടെക്കിന് പോകുന്നു. ബിടെക്കിന് ഡുവൽ ഡിഗ്രി. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ഡുവൽ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IITs സാധാരണ ബിടെക് ഉണ്ട്. IIT മൾട്ടിറ്റ്യൂഡ് ഓഫ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ ബിടെക്കിൽ ഒന്ന് 4 year പ്രോഗ്രാമാണ്, 2 5 year പ്രോഗ്രാമാണ്. അതായത് 5 year കൊണ്ട് നിങ്ങൾക്ക് ബിടെക്കും എംടെക്കും കിട്ടും. ഡുവൽ ഡിഗ്രി എന്ന് പറയും. 2 ഡിഗ്രീസ് നിങ്ങൾക്ക് 5 years കൊണ്ട് കിട്ടും. ഒരു വർഷം ലാഭമുണ്ട്. ഒരു വർഷം ലാഭമാണ്. അങ്ങനെ ബിടെക്കും എംടെക്കും കിട്ടി. അതെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI ഡിസൈൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ എംടെക്കും വാങ്ങി. ഓക്കെ, ദാറ്റ്സ് നൈസ്. അപ്പോൾ അങ്ങനെ ഈ IIT NIT പോലുള്ള സ്ഥാപനങ്ങളിൽ യൂഷ്വലി നമ്മൾ കാണുന്നത് എന്താ പറയുക, അത്യാവശ്യം തലമുള്ള കുട്ടികളെ അവിടെ എത്തിപ്പെടുന്നുള്ളല്ലോ. അങ്ങനെയാണല്ലോ. കാരണം ഇത് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്ത് അവിടെ അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച്
ചലഞ്ചിങ് ആണ്. അപ്പോൾ അതുപോലെ അത്രയധികം കഴിവുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനായിട്ട് എത്തിപ്പെടുക. അപ്പോൾ ഈ കഴിവിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ധാരാളം കോച്ചിങ്ങുകൾ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. IIT ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ കോച്ചിങ് നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ചെറുപ്പം മുതലേ നമ്മൾ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പം ഈ പഠിക്കുന്ന സിലബസ് മാറ്റർ ആണോ? അതായത് സ്റ്റേറ്റ് സിലബസ്, ICSE, CBSE എന്നൊക്കെ പറയുന്ന ഈ സിലബസ് ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? അതായത് നമ്മുടെ ഒരു എൻ ഗോൾ എന്താണെന്ന് അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു എൻ ഗോൾ, അതായത് ഒരു കുട്ടി എവിടെ പഠിക്കണം അല്ലെങ്കിൽ ഏതൊരു പാത്ത് വേ തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പാരൻസിന് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, അവിടെ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കുട്ടി നമുക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു IB അല്ലെങ്കിൽ IGCSE സിലബസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കാരണം അതൊരു ഗ്ലോബൽ പാത്ത് വേ നമ്മുടെ കുട്ടികൾക്ക് തുറക്കുന്നത്. പക്ഷേ അതിനുള്ളൊരു ഫൈനാൻഷ്യൽ പൊസിഷൻ ഉള്ളവർക്ക് അത് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ്. യെസ്, ഈ നമ്മൾ ഇന്ത്യയിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ NCERT ടെക്സ്റ്റ് ബുക്സ്. NCERT ടെക്സ്റ്റ് ബുക്സ് ഫോളോ ചെയ്യുന്നത് പ്യൂർലി പക്കാ CBSE സിലബസ് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവിടെ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ IIT എത്തുന്നത് അല്ലെങ്കിൽ ഈവൻ ലോ അല്ലെങ്കിൽ മെഡിസിൻ, ഇതിലൊക്കെ ഒരു കൂടുതൽ CBSE ബേസ്ഡ് ആയിട്ട് പഠിച്ച സ്റ്റുഡൻസിനെ കാണാൻ സാധിക്കും. അതിനുള്ള റീസൺ വളരെ സിമ്പിളാണ്. അവർ പഠിച്ച അതേ സിലബസ് 12th വരെ പഠിച്ച സിലബസിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ഇടുന്നത് എന്നുള്ളത് കൊണ്ടാണ്. സ്റ്റേറ്റ് സിലബസിലോട്ട് വരുമ്പോൾ അവിടെ കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. കുറേയൊക്കെ CBSEയുമായി അലൈൻഡ് ആണ്, പക്ഷേ ആ പഠിപ്പിക്കുന്ന രീതിയിലും മറ്റൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടിയെ ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ CBSE എന്നുള്ളതാണ് ഒരു സിലബസ് വൈസ് നോക്കുമ്പോൾ റൈറ്റ്. പക്ഷേ ഓഫ് കോഴ്സ് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പോകുന്ന സ്കൂൾ നല്ലതാണോ, അത് നിങ്ങളുടെ ഒരു വാല്യൂ സിസ്റ്റത്തിന് യോജിച്ചതാണോ, അവിടുത്തെ ടീച്ചേഴ്സ് നല്ലതാണോ, സിലബസ് ഉണ്ടായിട്ട് മാത്രം കാര്യമല്ലോ, കുട്ടിയെ മര്യാദക്ക് പഠിപ്പിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സൊക്കെ നമ്മൾ മാറ്റി നിർത്തി സിലബസ് ആസ് സച്ച് മാത്രമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ പഠിക്കാനാണെങ്കിൽ CBSE ഈസ് ബെറ്റർ എന്ന് നമുക്ക് പറയാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ കോച്ചിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകളിലാണ് ഒന്നാണ് എൻട്രൻസ് കോച്ചിങ്. ഇപ്പൊ അതിന്റെ ട്രെൻഡ് കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പൊ CA, ACCA, CMA 21 വയസ്സിൽ ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ പല സാധ്യതകൾ മാറുന്നുണ്ട്. എന്നിരുന്നാലും അന്നും ഇന്നും ഒരു ചാമിങ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത്. സോ ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത് ശരിക്കും ഞാനും പോയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എഞ്ചിനീയറിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ എനിക്കറിയാമായിരുന്നു എനിക്ക് പറ്റിയ പണിയല്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരുള്ളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയി ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയും ചെയ്തു. അത് നമുക്കറിയാമല്ലോ, ഇത് പോകുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ, ഇത് നമുക്ക് പറഞ്ഞ പരിപാടിയാണോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. സോ എങ്ങനെയാണ് ഒരാൾക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക ഇതെനിക്ക് പറ്റുന്നൊരു സംഭവമാണെന്നുള്ളത്? ഏത് ഇൻ ജനറൽ കരിയേഴ്സ് ആണോ? അതായത് ഈ ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ള പരിപാടി. കാരണം അതിനുവേണ്ടി ടൈം വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്, റിപ്പീറ്റ് ചെയ്തും അല്ലാതെയൊക്കെ. അതെ, അപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ആർക്കും എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ഇനഫ് ടൈം. ആളുകൾക്ക് ആവശ്യത്തിന് സമയം കൊടുത്താൽ ആളുകൾക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രശ്നം എന്നുള്ളത് ഒന്ന്, നമ്മൾ എഴുതുന്നത് റൈറ്റ് എൻട്രൻസ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സുജിത്ത് പറഞ്ഞു എഞ്ചിനീയറിംഗ് വാസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ളത് പറഞ്ഞു, അല്ലേ? ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പോകുന്ന ഒരാൾ ജനറലി മാത്സും ഫിസിക്സും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് താല്പര്യമുള്ള ഒരാളാണ് ജനറലി, അല്ലേ, നമ്മൾ എഞ്ചിനീയറിങ്ങിന് പോവേണ്ട ഒരാൾ എന്നുള്ളത്. എന്നാൽ നമ്മൾ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ IITs ഉണ്ട്, NITs ഉണ്ട്, അതേപോലെ IIST ഉണ്ട്, ISROയുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അതേപോലെ തന്നെ ഇനി മെഡിസിൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ എയിംസ്, ജിപ്മർ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇനി പ്യുവർ സയൻസ് പഠിക്കണമെങ്കിൽ ISER, IISc ഉണ്ട്. ഡിസൈൻ പഠിക്കണമെങ്കിൽ NIDs ഉണ്ട്, ഈവൻ IITസിൽ ഡിസൈൻ ഉണ്ട്. ലോ പഠിക്കണമെങ്കിൽ NLU ഉണ്ട്, NALSR ഉണ്ട്, NUALS ഉണ്ട്. മറ്റ് ആർട്സ്, ലിബറൽ ആർട്സ് അല്ലെങ്കിൽ സയൻസ് സബ്ജക്ട്സ് ഒക്കെ പഠിക്കണമെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ദർ ആർ എ ലോട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒന്ന് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഫിറ്റ് ആയതിനോട് നമ്മൾ പോകണം എന്നുള്ളതാണ്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റിക്ക്, നമ്മുടെ ഒരു ഇൻട്രസ്റ്റിന് മാച്ച് ആവുന്ന ഫീൽഡ് ഏതാണ്. അവിടെയുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ്. ഇവിടെ നമുക്കൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ +2 മാർക്ക് മാത്രം പോരാ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം +2 മാർക്കിനെ ബേസ് ചെയ്തിട്ടല്ല ഒരു അഡ്മിഷൻ ഉള്ളത്, നേരെ മറിച്ച് എൻട്രൻസ് എക്സാംസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഏതാണ് എൻ്റെ റൈറ്റ് എൻട്രൻസ് എന്ന് ചോദിക്കുന്നതായിരിക്കും ഒരു കുറച്ചുകൂടി റൈറ്റ് ആയിട്ടുള്ളൊരു ചോദ്യം എന്നുള്ളത്. ഏതായിരിക്കും എനിക്ക് യോജിച്ച കോളേജ് കോഴ്സ്, അതിന് പറ്റിയ ഒരു എക്സാം ഏതാണ്. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. എൻട്രൻസ് എക്സാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ റെഡിനെസ് എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മളൊരു കുട്ടിയെ വിളിച്ചൊരു കരിയർ കൗൺസിലിംഗ് നടത്തിയെന്ന് വിചാരിക്കുക, ഒരു 12th പഠിക്കുന്ന കുട്ടി. അപ്പോൾ നമ്മൾ കണ്ടെത്തുകയാണ് അവൻ എഞ്ചിനീയറിങ്ങിൽ അവന് യോജിച്ച ആളാണ് നമ്മൾ കണ്ടെത്തി.
എനിക്ക് അവനോട് പറയാൻ പറ്റില്ല നീ എഞ്ചിനീയറിങ്ങിന് അടിപൊളിയായിരിക്കും, നീ പോയി IIT പോയി പഠിക്കുക എന്നുള്ളത്. കാരണം IIT പോയി പഠിക്കണമെങ്കിൽ അവൻ JEE എക്സാം ക്രാക്ക് ചെയ്യണം. 12th പഠിക്കുന്ന ഒരാൾക്ക് ഒരു 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ IIT എക്സാം JEE എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ വെറുതെ അവനോട് അങ്ങനെ ഒരു ആശ അവന് കൊടുത്തിട്ട് കാര്യമില്ല. അവന് പ്രാക്ടിക്കലായിട്ടുള്ള ഓപ്ഷൻ ആ എഞ്ചിനീയറിംഗിൽ മേ ബി എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അവന് സൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു സംഭവം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞത്, ഏത് എൻട്രൻസ് എക്സാമിന് ഒരു ടൈം പീരീഡ് നമ്മൾ കൊടുക്കണം. നമ്മൾ ഇപ്പോൾ IIT മദ്രാസിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്റ്റേറ്റ് ആന്ധ്ര തെലങ്കാന സ്റ്റേറ്റ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ മലയാളികളുടെ എണ്ണമൊക്കെ ആക്ച്വലി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള റീസൺ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, മലയാളികളായിട്ടുള്ള ആളുകൾ ഈ എൻട്രൻസ് എക്സാമിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആലോചിച്ച് തുടങ്ങുന്നത്, എൻട്രൻസ് എക്സാം അല്ല, ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിച്ച് തുടങ്ങുന്നത് ഒരു 12th ശേഷം അല്ലെങ്കിൽ 10th ശേഷമാണ് ജനറലി നമ്മൾ ആലോചിച്ച് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു 7th സ്റ്റാൻഡേർഡ് മുതൽ 8th സ്റ്റാൻഡേർഡ് മുതലൊക്കെ ഈ എക്സാം പ്രിപ്പയർ ചെയ്ത ആളുകളോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടാതെ പോകുന്നത്. അല്ലാതെ കുട്ടികൾക്ക് ടാലൻറ്റ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് മേ ബി ഒരു റൈറ്റ് ഓപ്ഷൻ അല്ലാത്തത് കൊണ്ടോ ആയിക്കൊള്ളാം എന്നില്ല. അപ്പോൾ ഇങ്ങനെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് മാച്ചായ ഒന്നാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. 2, നമ്മൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ ആസ് ഓഫ് നൗ നമ്മൾ റെഡിയാണോ, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ സ്കൂളുകളിലൊക്കെ അവർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠനത്തോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കോഴ്സുകൾ കൊടുക്കുന്നില്ലേ? ഉണ്ട്. 11th 12th ജനറലി കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഇത് താഴെയുള്ള ചില സ്കൂൾസിൽ വളരെ ലിമിറ്റഡ് ആയിട്ട്, മേ ബി സദേൺ കേരളയിൽ കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവാം. നമ്മുടെ നോർത്തേൺ കേരളയിലോട്ടൊക്കെ വരുമ്പോൾ അങ്ങനത്തെ സ്കൂൾസ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് സ്കൂളുകളൊക്കെ ഇതേപോലെ 9ലും 10ലും ഒക്കെ പഠിക്കുന്ന ചില സ്കൂൾസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമുള്ള, അങ്ങനെ ആ രീതിയിൽ കുട്ടികളെ, ആ താല്പര്യമുള്ള കുട്ടികളെ നർച്ചർ ചെയ്യുന്ന ചില സ്കൂളുകളെല്ലാം ഉണ്ട്. ഓക്കെ. അജ്മൽ, അപ്പം ഈ പറഞ്ഞ പോലെ കോഴ്സ് കഴിഞ്ഞു, IIT പഠിച്ചു കഴിഞ്ഞു, അതിനുശേഷം എന്താ ചെയ്തത്? ഞാൻ IIT പഠിച്ച പ്രോഡക്ട്സ് എല്ലാം ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുറത്തേക്ക് പോകും. കൂടുതൽ ആൾക്കാരും ഈ പറഞ്ഞ പോലെ പല കമ്പനിയുടെ CEOമാരായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അങ്ങനെ വർക്ക് ചെയ്ത് അങ്ങനെ കയറി പോകുന്ന രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. വാട്ട് വാസ് യുവർ പാസ്റ്റ്? എനിക്ക് ഇന്ത്യക്ക് പുറത്തു പോകാൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ചൂസ് ചെയ്തില്ല. ഐ ഓൾവേസ് പ്രിഫേർഡ്, എനിക്ക് നാട്ടിൽ നിൽക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഇൻ്റലിൽ പ്ലേസ്ഡായി. ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് 6 മാസം മുമ്പ് തന്നെ എനിക്ക് ഇൻ്റലിൽ ജോലി കിട്ടി. ഇപ്പോൾ ഇൻ്റൽ ഇസ് എ വെരി ഗുഡ് കമ്പനി, നല്ലൊരു വർക്ക് കൾച്ചറുള്ള ഒരു കമ്പനിയായിരുന്നു. അവിടെ ഒരു പ്രൊസസ്സേഴ്സ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ AI GPUs ഒക്കെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ജോബ്. അങ്ങനെ ഇൻ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന സമയത്ത് എനിക്ക് ടീച്ചിങ് എന്നുള്ളത് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഒരു ഐപാഡൊക്കെ വാങ്ങി കുറച്ച് മാത്സ് വീഡിയോസൊക്കെ ഇട്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ ഈ പോലെ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചുകൂടാ എന്ന് തോന്നിയത്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ട്യൂഷൻസ് ഉണ്ട്. ട്യൂഷൻസൊക്കെ വളർന്നു വരുന്ന സമയമാണ്. കോവിഡ് ആയപ്പോൾ എല്ലാം ഓൺലൈനിലോട്ട് മാറുന്ന സമയമാണ്. എന്നാൽ ട്യൂഷന് വ്യത്യസ്തമായിട്ടൊരു ഫൗണ്ടേഷൻ രീതിയിലൊരു പ്രോഗ്രാം തുടങ്ങാം. ഫൗണ്ടേഷൻ മീൻസ് കുട്ടികളെ കുറച്ചും കൂടി ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിന് റെഡിയാക്കുന്ന, താല്പര്യമുള്ള സ്റ്റുഡൻസിന് അങ്ങനെ റെഡിയാക്കുന്ന ഒരു പ്രോഗ്രാം തുടങ്ങാം എന്ന് അങ്ങനെയാണ് ആലോചിച്ച് തുടങ്ങിയത്. അങ്ങനെ അതിൻ്റെ കുറച്ച് ക്ലാസ്സസൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ യൂട്യൂബിലൂടെ കൊടുത്തു തുടങ്ങി. അപ്പോൾ കുറേ പാരൻസ് ഇൻട്രസ്റ്റഡ് ആയി ഇങ്ങനൊരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓൺലൈനായിട്ട് പ്രോഗ്രാം തുടങ്ങി. അപ്പോൾ അന്ന് ക്ലാസ്സുകൾ എടുക്കുന്നതും അതേപോലെ അത് എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെ ആയിരുന്നു. അതെ. അപ്പോൾ അന്നാണ് വൈഫ് പറഞ്ഞത്, ഗ്രീൻ സ്ക്രീൻ ഒക്കെ ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിൽ ക്ലാസ്സും മുൻപിൽ എന്ത് ചെയ്യാം, എൻ്റെ ഫോട്ടോയും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ വെച്ച് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫാദർ ഡോക്ടർ ആയതുകൊണ്ട് അവിടെ ഒരു പച്ച പുതപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ബാക്കിലിട്ട് കൈൻ മാസ്റ്ററിനൊക്കെ പരീക്ഷിച്ച് തുടങ്ങി. ഹോം മെയ്ഡ് അതെ ഹോം മെയ്ഡ് സ്റ്റുഡിയോ എഡിറ്റിംഗ്. അപ്പോൾ ദെൻ പീപ്പിൾ വർ ഇൻട്രസ്റ്റഡ്. ഒരു 50 ആളുകൾ ആ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ദിസ് ഈസ് വർക്കിംഗ്. അപ്പോൾ പിന്നെ മെല്ലെ കുറച്ച് ആളുകളൊക്കെ ഹയർ ചെയ്തു, ഓൺബോർഡ് ചെയ്തു, കുറച്ചുകൂടി ഫാക്കൽറ്റീസിനൊക്കെ ഹയർ ചെയ്തു. അങ്ങനെ അതിങ്ങനെ തുടങ്ങി. X&Y ലേണിംഗ് എന്ന് പറയുന്നൊരു സ്ഥാപനം, അത് അവിടെയാണ് തുടങ്ങുന്നത്. അങ്ങനെ അതിന് പേരൊക്കെ ഇട്ട് സിലബസൊക്കെ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നു കുറേ കാലം. ഒരു കോവിഡിന് ശേഷം ഏകദേശം ഞാനൊരു 4 വർഷത്തിൻ്റെ ഒരു 4 ദിവസം മാത്രമേ ഞാൻ ഓഫീസിൽ പോയിട്ടുള്ളൂ. പിന്നെ അറ്റ് എ പോയിൻറ്റ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ദർ ആർ അറൗണ്ട് 2000 സ്റ്റുഡൻസ് ആൻഡ് 100+ സ്റ്റാഫ്. അപ്പോൾ ഞാനിങ്ങനെ ഇത് കൊള്ളാലോ, ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഇത് വലുതാവുന്നുണ്ട്. ആൻഡ് പ്യൂർലി ഓൺലൈൻ അല്ലേ? ഫുള്ളി ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഒരു 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ സ്റ്റുഡൻസ് അപ്പോൾ നമുക്കുണ്ടായിരുന്നു. പിന്നെ തോട്ട് ഐ ഷുഡ് ക്വിറ്റ് ആൻഡ് ഫോക്കസ് മോർ ഓൺ ദീസ്. ഒരു ഓണ്ടർപ്രണർഷിപ്പിലോട്ട് എന്ത് ചെയ്യാം, പോകാം. അപ്പോൾ ഈ IIT എന്ന് പറയുമ്പോൾ നമ്മുടെ അഗെയിൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പല ആൾക്കാരും US ലുണ്ട്. IIT എന്ന് പറയുമ്പോൾ നമ്മളതൊരു എഞ്ചിനീയറിംഗിന് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥാപനം എന്നുള്ളതല്ല. എൻ്റെ ഒരു ബാച്ചിൽ കോർ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത് മേ ബി ഒരു
20-30% ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ബാക്കി പല ആളുകളും ഇപ്പോൾ മാനേജ്മെൻറ്റ്, ഫൈനാൻസിലോട്ട് പോയ ആളുകളുണ്ട്, ഓണ്ടർപ്രണർഷിപ്പിലോട്ട് പോയ ആൾക്കാരുണ്ട്, സിവിൽ സർവീസിലോട്ട് പോയ ആളുകളുണ്ട്. പല മേഖലകളിലോട്ട് ഇപ്പോൾ ആ ഒരു ധൈര്യവും ആ ഒരു എക്സ്പോഷറും നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നല്ല സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ XY ലേണിംഗ് തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞൊരു 1.5 വർഷം മുമ്പ് ഞാൻ ക്വിറ്റ് ചെയ്തു. ഇപ്പോൾ റൈറ്റ് നോ വി ഹാവ് അറൗണ്ട് 5,000+ സ്റ്റുഡൻസ് ആൻഡ് അറൗണ്ട് 200+ പീപ്പിൾ വർക്കിംഗ് ഓൺ ദിസ് പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ കുട്ടികളെ കുറച്ചും കൂടിയൊക്കെ ഡ്രീം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന, അതോടൊപ്പം ഒരു യങ്ങർ ഏജിൽ തന്നെ നല്ല അച്ചീവ്മെൻറ്റ്സ് ഈ സയൻസ് ആൻഡ് മാത്സിൽ താല്പര്യമുള്ളവർക്ക് നൽകാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് അതിങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 5,000+ സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു XY ലേണിംഗ്. സോ എന്താണ് നിങ്ങളിപ്പോൾ അതിനകത്ത് ചെയ്യുന്നത്? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്? അതേപോലെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് നിങ്ങളുടെ സ്റ്റുഡൻസ്? ക്ലാസ് 6 to 10 ആണ് നമ്മുടെ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ക്ലാസ് 6 to 10. യു ആർ സ്റ്റാർട്ടിംഗ് ഫ്രം ക്ലാസ് 6. ഓക്കെ, യെസ്. ഇതൊരു ട്യൂഷൻ അല്ലല്ലോ? അല്ല, ട്യൂഷൻ എന്നുള്ളത് അവരുടെ സ്കൂൾസിലുള്ള കാര്യങ്ങൾ നമ്മൾ മേ ബി കവർ ചെയ്യും. പക്ഷെ അതിന് ബിയോണ്ട് നമ്മൾ കുറച്ചുകൂടി ബിയോണ്ട് നമ്മൾ പോകും. കുട്ടികളെ കുറച്ചും കൂടി ക്യൂരിയസ് ആക്കുക, അതോടൊപ്പം കുട്ടികൾക്ക് ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നന്നായിട്ട് നൽകുക, എസ്പെഷ്യലി മാത്തമാറ്റിക്സിലും സയൻസിലും ഒക്കെ. അവരെ ആക്ച്വലി നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ സുജിത്ത് ചോദിച്ചപ്പോൾ തന്നെ ഒരു ക്ലാസ് 6 ഒരു ക്ലാസ് 7 സ്റ്റുഡൻറ്റ് എങ്ങനെ ഒരു JEE കുറിച്ചൊക്കെ ഡ്രീം ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്, റൈറ്റ്? പക്ഷേ അവർക്ക് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ തന്നെ അവർക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരുപാട് നല്ല കോമ്പിറ്റൻസീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒളിമ്പ്യാഡ് എക്സാംസ് ഉണ്ട്. ഒളിമ്പ്യാഡ് എക്സാംസ് ഗവൺമെൻറ്റിൻ്റെ തന്നെ മാത്സിലും സയൻസിലുള്ള ഒളിമ്പ്യാഡ് എക്സാംസ് ഉണ്ട്. അതിലൂടെ എന്താ പറയുക, അതിലോട്ട് നമ്മൾ കുട്ടികളെ പുഷ് ചെയ്യാറുണ്ട്. അപ്പം അത് അവർക്കൊരു വലിയൊരു പാത്വേ തുറക്കുകയാണ്. ഇനി ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല, ഈവൻ പുറത്തുള്ള നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ളൊരു പാത്വേ ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് തുറക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നു, അവരെ മെൻറ്റർ ചെയ്യുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അവർക്ക് ഡിഫറെൻറ്റ് വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ 10th വരെ നമ്മൾ അവരെ കൊണ്ടുപോകുന്നു. 11th and 12th പിന്നെ നമുക്കൊരു JEEക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഓൺലൈനായിട്ടും ഒരു 200 സ്റ്റുഡൻസിന് ഓഫ്ലൈനായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ JEE താല്പര്യമുള്ള അതിൽ മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. എന്നാൽ ഫൗണ്ടേഷൻ എന്നുള്ളത് സയൻസ് ആൻഡ് മാത്സിലെ ഏത് ഏരിയയിലോട്ടും പോകാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് അവർക്കുള്ള ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുക്കുക, അവരുടെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ ഒരു സ്കിൽസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമുക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാം ക്ലാസ് 6 to 10 ഉള്ളത്. ഓക്കെ, സോ ഇതൊരു സാധാരണ എൻട്രൻസ് കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാം പോലെ തന്നെയാണോ, അതോ വാട്ട് ഈസ് യുവർ എന്താ പറയുക ഡിഫറൻസ്? അതായത് ഒരു എൻട്രൻസ് കോച്ചിങ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തുടങ്ങുന്നത് ഒരു 11th ലും 12th ലും അല്ലെങ്കിൽ അതിന് ശേഷം ആണ് തുടങ്ങുന്നത്. നമ്മൾ ക്ലാസ് 6 മുതൽ കുട്ടികൾക്ക് ഇതിൽ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു JEE NEET മാത്രമാണ് ലക്ഷ്യമായിട്ടുള്ളത്. നമുക്ക് JEE NEET ഒരു ഫോക്കസ് തന്നെയാണ്. അപ്പോൾ ഇന്നവേ നമുക്ക് പറയാം പാർട്ട് ഓഫ് ഇറ്റ് ഈസ് എൻട്രൻസ് കോച്ചിങ് എന്നുള്ളത്. ഇന്ന യങ്ങർ ഏജ് അവർ ആ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അത്രയും ചെറു പ്രായത്തിൽ കുട്ടികളെ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ ചോദിക്കില്ലേ പേരൻസിനോടൊക്കെ നിങ്ങൾക്ക് വട്ടാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കില്ല? അങ്ങനെയൊക്കെയുള്ള സിനാരിയോസ് കാണില്ലേ? ചില ആൾക്കാർ ചോദിക്കുന്നവരുണ്ടാവാം, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. ആളുകളുടെ പെർസെപ്ഷൻ അനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നമ്മൾ ശരിക്കും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ആസ് എ സൊസൈറ്റി, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ IIT-കളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മുടെ കുട്ടികൾ വേണ്ടേ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വർഷം ഇപ്പോൾ കഴിഞ്ഞതിന് മുൻപത്തെ വർഷം ഒരു 18,000 സീറ്റിൽ 3,000 ആളുകൾ രാജസ്ഥാനിൽ നിന്ന് മാത്രമാണ് പോകുന്നത്. ഒരു 3,000 ആളുകൾ ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് മാത്രമാണ് പോകുന്നത്. നമ്മളൊരു 250-ൽ നിന്ന് അത്രേ ഉള്ളൂ നമ്മൾ. സോ നമ്മൾ ഇത്രയും നമ്മൾ തന്നെ നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് അഭിമാനം കൊള്ളാറില്ലേ? നമ്മൾ 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്, നമ്മൾ അടിപൊളിയാണ് അല്ലേ, നമ്മുടെ സ്കൂൾസ് അടിപൊളിയാണ്, ഇതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം എന്താ? അവർ ഫ്യൂച്ചറിന് റെഡി ആവണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഔട്ട്കംസിലൊന്നാണ്. അവർ നല്ല സ്ഥലങ്ങളിൽ എത്തണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഔട്ട്കംസിലൊന്നാണ്. അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനൊരു ഫെയിലിയർ അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ ജൂഡിത്ത് പോൾഗറിൻ്റെ കഥ പറഞ്ഞു. ജൂഡിത്ത് പോൾഗറിനെ ഒരു 3-ാമത്തെ 4-ാമത്തെ വയസ്സ് മുതലാണ് അച്ഛൻ എന്തിൽ ട്രെയിൻ ചെയ്യുന്നത്? ചെസ്സിൽ ട്രെയിൻ ചെയ്യുന്നത് അല്ലേ? ആ ചെസ്സിൽ ഞാൻ 3ാം ക്ലാസ് മുതൽ എൻട്രൻസ് കോച്ചിങ് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന സമയം എന്നുള്ളത് മേ ബി ആ ഒരു ഏജ് ഗ്രൂപ്പ് മേ ബി ഒരു 8-ാമത്തെ വയസ്സ് മുതൽ ഒരു 15-ാമത്തെ വയസ്സ് വരെയുള്ളൊരു സമയമാണ്. ആ സമയത്താണ് അവരുടെ ബ്രെയിനിന് എൻഹാൻസിങ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത്. അത് സയൻസിലും മാത്സിലും മിടുക്കരായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ ശ്രമിക്കാം. വേറെ എന്തെങ്കിലും മിടുക്കരായ കുട്ടികളാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്? പാരൻസ് നൽകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഉള്ളൊരു പ്രോഗ്രാമാണോ? അല്ല, ഇത് എല്ലാവർക്കുള്ള പ്രോഗ്രാം അല്ല.
ഇത് ആ ഒരു വിഷയങ്ങളിൽ താല്പര്യരായിട്ടുള്ള ആ ഒരു മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അത് എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. നേരെ മറിച്ച് മറ്റ് മേഖലകളിലുള്ള ഞാൻ പാരൻസിനോട് ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികളുടെ ഒരു ഏരിയ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ അവർ ബെറ്റർ ആവാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കുട്ടികൾക്കൊരു ബേർഡൻ ആവില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് കുട്ടികൾക്ക് എന്താ പറയുക, നമ്മൾ ഒരു ലേണിങ്ങുമായി ബന്ധപ്പെട്ട എന്തെല്ലാം തിയറികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ലേണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ സ്ട്രഗിൾ. അവരുടെ ബ്രെയിനിന് ഒരു സ്ട്രഗിൾ നമ്മൾ കൊടുക്കണം. ആ സ്ട്രഗിൾ കൊടുക്കുമ്പോഴാണ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുക. ആ സ്ട്രഗിൾ ഏർലി ഏജിൽ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ലേറ്റർ ഏജിൽ അവർക്ക് ലേൺ ചെയ്യാൻ സാധിക്കില്ല. പല കുട്ടികളും നമ്മൾ പറയും അവൻ ടാലൻറ്റഡ് അല്ല, അല്ലെങ്കിൽ അവന് പോരാ, അവൻ ഈ സബ്ജക്റ്റിൽ മോശമാണ്, അവൻ അതിനൊന്നും കഴിവില്ല. അത് കഴിവില്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് ഏർലി ഏജിൽ തിങ്ക് ചെയ്യാനോ ഏർലി ഏജിൽ ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കാനോ നമ്മൾ ശ്രദ്ധിച്ചില്ല. അവൻ്റെ ബ്രെയിൻ അതിന് അഡാപ്റ്റഡ് അല്ല എന്നുള്ളതാണ് റീസൺ എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഈ പോഡ്കാസ്റ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചൊരു കാര്യമുണ്ട്. പല കാര്യങ്ങളും കേൾക്കുമ്പോഴത്തേക്കിനും ഫ്രസ്ട്രേഷൻ ആവുമെന്ന് പറഞ്ഞില്ലേ, പല പേരൻസിൻ്റെ പല ചോദ്യങ്ങളും. അപ്പോൾ ശരിക്കും ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ ആൾക്കൊരു കരിയർ ഗൈഡൻസ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഏത് പ്രായത്തിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്? അതൊരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അതൊരു കരിയർ ഗൈഡൻസ് എന്നുള്ളത് ആസ് സച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഒരു എക്സ്പേർട്ട് വന്നിരുന്ന് അവരോട് അങ്ങനെ ചെയ്യേണ്ട ഒരു സംഭവമല്ല. അത് എസ്പെഷ്യലി അതിൽ ഏറ്റവും ഫോക്കസ്ഡായി ചെയ്യേണ്ട 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുള്ളത്. ഒന്ന് പാരൻസ് ആണ്, 2 ടീച്ചേഴ്സാണ്. ഓക്കെ, ഒരു പാരൻറ്റിനാണ് നമ്മുടെ കുട്ടികൾക്ക് എന്തെല്ലാം ഏരിയയിലാണ് കഴിവുകളുള്ളത്, നമ്മുടെ കുട്ടികൾ എന്തെല്ലാം ഏരിയയിലാണ് അടിപൊളി, എവിടെയാണ് അവർ വീക്ക് എന്നുള്ളത് ഡെഫിനറ്റ്ലി പാരൻസിനാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അത് അവർ ഒബ്സർവ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ടീച്ചേഴ്സാണ്. അവർക്കാണ് മേ ബി സ്കൂളിൽ കുറച്ചും കൂടി സമയം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അക്കാഡമിക് ആയിട്ടുള്ള കുറച്ച് ഗോൾസൊക്കെ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാവുന്നത് ടീച്ചേഴ്സിനാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ശരിക്കും നമ്മുടെ സ്കൂൾസിലും അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലും നേരത്തെ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടത് പാരൻസ് കുറച്ചൊരു കോമ്പീറ്റൻസി അതിനുണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് എന്താ പറയുക വ്ളോഗ്സോ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. കുറച്ച് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്, അത് യൂട്യൂബിലൂടെ ആവാം, അല്ലെങ്കിൽ പത്രത്തിൽ 2-3 ദിവസം വിദ്യാഭ്യാസം പേജ് വരാറുണ്ട്, അതിലെ കോണ്ടന്റ് ആവാം. ഈ കണ്ടന്റൊക്കെ നമ്മൾ വായിക്കുകയും പാരൻസ് ഒന്ന് അറിയുകയും ചെയ്താൽ തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുക്കാൻ പാരൻസിന് സാധിക്കും. റൈറ്റ്? അപ്പോൾ ഇതൊരു എന്താ പറയുക, പല മേഖലകളിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ നമ്മൾ എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് മേ ബി കോമ്പറ്റീഷൻസ് ആവാം, അല്ലെങ്കിൽ ചില ക്യാമ്പുകളാവാം, ചില ആക്ടിവിറ്റീസ് ആവാം. അപ്പോൾ പല ആക്ടിവിറ്റീസ് നമ്മുടെ ചുറ്റും നമ്മുടെ വേൾഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കുട്ടികൾക്ക് എക്സ്പോഷർ കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടി എന്തിലാണ് ബെറ്റർ എന്നുള്ളത്. റൈറ്റ്? അവൻ എന്താണ് അവൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്നുള്ളത്. റൈറ്റ്? ഓരോ പേഴ്സണാലിറ്റി ട്രെയിറ്റിനനുസരിച്ചും അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചും അവർക്ക് പോകാവുന്ന ഏരിയാസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി കോൺട്രാസ്റ്റിംഗ്. എൻ്റെ പേഴ്സണാലിറ്റി ആയിരിക്കില്ല സുജിത്തിന്. അപ്പോൾ ഈ ഒരു കാര്യത്തിനനുസരിച്ച് നമുക്ക് പോകാവുന്ന കരിയറുകളും നമുക്ക് പോകാവുന്ന ഓപ്ഷൻസൊക്കെ മാറാം. അതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികൾ ചെറുപ്പം മുതലേ വരുന്നല്ലോ. അപ്പം നിങ്ങൾ ഇവരെ ഒരു അനാലിസിസ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് അവരവരുടെ കറക്റ്റ് ട്രാക്കിലാണോ പോകുന്നത്? ഒരു കുട്ടി അത് ഇപ്പം എൻജിനീയറിങ്ങിന് പോകേണ്ട ഒരു കുട്ടി അതുകൾ മെഡിക്കലിന് പോയി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നൊക്കെയുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനാലിസിസ് നിങ്ങൾ ചെയ്യാറുണ്ടോ? നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. നമുക്കൊരു ദിവസം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഒരു കുട്ടിയെ അനലൈസ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യമൊന്നുമല്ല. എസ്പെഷ്യലി ഒരു യങ്ങർ ഏജിൽ നീ ഇന്നതിന് പോകണമെന്നുള്ള യങ്ങർ ഏജിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 10th കഴിഞ്ഞാൽ 12th കഴിഞ്ഞ ഒരു കുട്ടിയോട് പറയാം, ഓക്കെ നിൻ്റെ ഇൻട്രസ്റ്റ് എന്താ നീ പറയാം, അല്ലെങ്കിൽ നിൻ്റെ പേഴ്സണാലിറ്റി എന്താ നമുക്ക് ഇന്നൊരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കാം, എന്നിട്ട് നീ ഇന്നതിന് പോയിക്കോ എന്നുള്ളത് ഒരു 10th കഴിഞ്ഞാൽ 12th കഴിഞ്ഞ ഒരു കുട്ടിയോട് പറയാം. ഒരു ചെറുപ്പത്തിലുള്ള കുട്ടിയോട് നമ്മൾ പറയേണ്ടത് നീ ഇന്നുന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യേ, യു വിൽ ഫിഗർ ഔട്ട് യുവർ സെൽഫ്. അല്ലേ? നിങ്ങൾക്ക് വേണ്ട ഏരിയാസ് നമ്മൾ തുറന്നു തരും, അതിൽ നിങ്ങൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യുക. എന്ത് നിങ്ങളും പാരൻസും ഫിഗർ ഔട്ട് ചെയ്യുക. അറ്റ് സെർട്ടൺ പോയിന്റ്സ് വി ക്യാൻ ഹെൽപ്പ്. ഞങ്ങൾക്ക് നല്ലൊരു മെൻറ്റർഷിപ്പ് സിസ്റ്റം ഉണ്ട്. മെൻറ്റർഷിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സിന് പുറമെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഒരു IIT NIT പഠിച്ച ആളുകളാണ്. IIT NIT ഈവൻ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ പറയുക അറിയാം ഇതിലെങ്ങനെ പോകണം എന്നുള്ളത്. അതുകൂടാതെ നമുക്കൊരു മെൻറ്റേഴ്സ് ഉണ്ട്. മെൻറ്റേഴ്സൊക്കെ വിമൺ ആയിട്ടുള്ള വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മെൻറ്റേഴ്സ്. അപ്പോൾ മെൻറ്റേഴ്സ് നിരന്തരം കുട്ടികളോടും പാരൻസിനോടും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും. എന്താണ് പാരൻറ്റ് തിങ്ക് ചെയ്യുന്നത്, എന്താണ് കുട്ടിയുടെ ഒരു കഴിവ്, എന്താണ് അതിനനുസരിച്ച് നമ്മൾ ഇടപെടേണ്ടടുത്ത് നമ്മൾ എന്ത് ചെയ്യും. മെൻറ്റേഴ്സിന് ഡെഫിനറ്റ്ലി നമുക്ക് 1-on-1 കോൺവെർസേഷൻസ് മസ്റ്റാണ്. നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഒരു മെൻറ്ററിനെ അസൈൻ ചെയ്യും. ആ മെൻറ്ററുടെ ജോലി എന്നുള്ളത് അവർ സെയിൽസോ അല്ലെങ്കിൽ അവർ പഠിപ്പിക്കലോ ഒന്നുമല്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്തിനാണ് എന്താ പറയുക ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എഴുതണം എന്ന് പറഞ്ഞാൽ അത് അവനെ മോട്ടിവേറ്റിംഗ് ഇനഫാണോ? അല്ല, ഒരിക്കലല്ല. നേരെ മറിച്ച് അവനെന്താണ്, അവനിപ്പോൾ അവനുള്ള
പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, ആ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എന്താ പറയുക, അവൻ ഇപ്പോൾ എഴുതാവുന്ന എക്സാംസ് എന്തെല്ലാം ഷോർട്ട് ടേം ഗോൾസാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് അവനെ സെറ്റ് ചെയ്യാൻ പറ്റുക. നമുക്കൊരു ഒളിമ്പ്യാഡ് നമുക്ക് അവനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏരിയ, ഒരു ക്യാമ്പ് നമുക്ക് അവന് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നിരന്തരം കുട്ടികളോടും പാരൻസിനോടും കോൺവേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്റ്റൈലൊക്കെ, അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ്, ഹൗ ഡു യു ഗെറ്റ് സ്റ്റുഡൻസ്? ഞങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് സ്റ്റൈൽ എന്നുള്ളത്, ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ള കാര്യം, ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതിലൂടെ പാരൻസ് കണ്ടറിഞ്ഞ് നമ്മുടെ പ്രോഗ്രാമിലോട്ട് വരാറുണ്ട്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്നുള്ളത് നമ്മൾ മേ ബി സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ, നമ്മൾ വെബിനാർസ് സംഘടിപ്പിക്കാറുണ്ട്. അതായത് പല ഏരിയാസിലുള്ള ടോപ്പിക്സിനെ സംബന്ധിച്ച് നമ്മൾ വെബിനാർസ് കണ്ടക്ട് ചെയ്യും. അങ്ങനെ ആ വെബിനാർസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലോട്ട് പാരൻസ് വരും. ആ വെബിനാറിൽ മെയിൻലി ഞാൻ തന്നെയാണ് സംസാരിക്കാറുള്ളത്. മേ ബി കഴിഞ്ഞൊരു 4-5 വർഷത്തിനിടയിൽ മിനിമം ഒരു 1000 വെബിനാർസ് എങ്കിലും ഞാൻ നടത്തിയിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ സ്ഥിരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ? പറയുന്ന കാര്യങ്ങൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മേ ബി എനിക്ക് ഇത്ര ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മളൊരു പ്രാക്ടീസിങ്, ഞാനിതിൽ ട്രെയിൻഡ് ആണ്, അല്ലെങ്കിൽ ഞാനിതിൽ ചെയ്ത് ഞാനിതിൽ എക്സ്പീരിയൻസിലാണ് ബേസിക്കലി. അപ്പോൾ അത് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി നമ്മുടെ സെയിൽസ് പീപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ഇൻവോൾവ് ആവും. അവർ അതിലോട്ട് മോസ്റ്റ് ഒരു റെഫറൽസ് ആണ് ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫാക്ടർ എന്നുള്ളത്. 2 എണ്ണമാണ് നമ്മുടെ അഡ്മിഷൻസിൽ ഓരോ വർഷം ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫാക്ടർ. ഒന്ന് റിറ്റൻഷനാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന എത്ര സ്റ്റുഡൻസിന് നമുക്ക് ഈ വർഷം റീറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം അതൊരു 1 ഇയർ പ്രോഗ്രാമാണ്. 1 ഇയർ അവരെ ഫുള്ളി നമ്മൾ കൊണ്ടുപോകണം. അതൊരു ഷോർട്ട് ടേം പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാജിക് പ്രോഗ്രാം അല്ല, റൈറ്റ്? നമ്മുടെ റിറ്റൻഷൻ പെർസെൻറ്റേജ് എന്നുള്ളത് ഇസ് അറൗണ്ട് 77% ആസ് ഓഫ് ടുഡേ. 77% സ്റ്റുഡൻസിനെ കഴിഞ്ഞ വർഷത്തിന് ഈ വർഷത്തിലോട്ട് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, വിച്ച് ഇസ് എ ബിഗ് പെർസെൻറ്റേജ്. 2, ഇതേ സ്റ്റുഡൻസ് ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് റെഫറൽസ് നമുക്ക് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ 50 സ്റ്റുഡൻസാണ് ഉണ്ടായിരുന്നത്. ഈ വർഷത്തെ ബാച്ചിൽ ആസ് ഓഫ് നോ 5000 സ്റ്റുഡൻസ് അഡ്മിഷൻ സ്റ്റിൽ ഗോയിങ് ഓൺ ഇപ്പോഴും ഉണ്ട്. അത് കൂടുതലും റെഫറൽസിലൂടെയാണ് വരുന്നത്. എനിക്ക് ഉറപ്പാണ് ഞങ്ങളുടെ ഒരു പത്രപരസ്യമോ ഞങ്ങളുടെ ഒരു ഹോർഡിംഗ് ഒന്നും ഒരിക്കലും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അതാണ് ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ ഈ പത്രപരസ്യങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിനും മാർക്കറ്റിംഗിൽ പരാജയമായി പോയി എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ബ്രാൻഡാണ് നമ്മൾ കണ്ട ബൈജൂസ് എന്ന് പറയുന്നത്. ഓവർ മാർക്കറ്റിംഗ് ആണ് അവരുടെ തകർച്ചയ്ക്ക് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വൺ ഓഫ് ദ റീസൺസ്. ശരിക്കും അതും വലിയൊരു പ്രശ്നമല്ലേ? കാരണം പ്രതീക്ഷകൾ കൊടുത്ത് പ്രോമിസസ് കൊടുത്തിട്ട് ആ പ്രോമിസസ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഏത് എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിനും ഒരു റൺവേ എന്നുള്ളത് പരസ്യങ്ങളുടെ കേവലം 2 ഇയേഴ്സാണ്. 2 ഇയേഴ്സ് കൊണ്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ സംഭവങ്ങളൊക്കെ ബാക്ക് ഫെയർ ചെയ്യും. കാരണം അൾട്ടിമേറ്റ്ലി ആൾക്കാർ ഇൻ്റലിജൻ്റാണ്, അല്ലേ? ഇപ്പോൾ സുജിത്ത് മോനൊരു സ്ഥലത്ത് ചേർക്കുമ്പോൾ അവിടെ എന്ത് റിസൾട്ട് ഉണ്ട് തന്നെയാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി നോക്കുക. നമുക്കൊരു സിനിമ സ്റ്റാറിനെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ഈവൺ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്തിട്ടോ മേ ബി 1-2 വർഷം ആ ഫസ്റ്റ് വേ മാത്രമാണ്. അൾട്ടിമേറ്റ്ലി നമ്മുടെ പ്രൊഡക്റ്റാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ വിൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ആ പ്രൊഡക്റ്റിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ഒരു വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാവുള്ളൂ. അതിൽ വിശ്വസിക്കുന്നവരാണ് നിൽക്കാന്ന് പറയുമ്പോൾ അത് വലിയൊരു ഫാക്ടറി. ഇപ്പോൾ ബ്രില്യൻറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ 40 വർഷത്തെ നിൽക്കുന്നു അല്ലേ? അവരൊന്നും ഇപ്പൊ എനിക്കൊന്നും പരസ്യം പോലും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ബ്രില്യന്റ് പരസ്യം അതല്ലെങ്കിൽ അവരും കുട്ടികൾ വരും. അതെ. അപ്പൊ അങ്ങനെ അത്രയും വർഷം നിൽക്കാം, മിനിമം ഒരു 10 വർഷമെങ്കിലും നിൽക്കാന്ന് പറയണമെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ പറ്റൂ. റിസൾട്ട് ഉണ്ടാക്കിയാൽ ഏത് സ്ഥാപനം, ഈവൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ആ പ്രൊഡക്റ്റ് നന്നായാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. ഒരു ഓവർ മാർക്കറ്റിംഗ് ഇല്ലാതെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 2x ഗ്രോത്ത് ഓരോ വർഷവും, ഞാൻ പറഞ്ഞു 50 സ്റ്റുഡൻസിൽ നിന്ന് എനിക്ക് ഓരോ വർഷത്തെയും സ്റ്റുഡൻസിൻ്റെ കൗണ്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഫസ്റ്റ് ഇയർ 50 ആണ്, സെക്കൻഡ് ഇയർ 200 ആണ്, തേർഡ് ഇയർ 400 ആണ്, ഫോർത്ത് ഇയർ 1500 ആണ്, ഫിഫ്ത്ത് ഇയർ ലാസ്റ്റ് ഇയർ 4000 ആണ്, ദിസ് ഇയർ ഇപ്പോൾ 5500 ആസ് ഓഫ് നോ നിൽക്കുന്നു. വി ഹാവ് 2 more months to go. സോ ആ ഒരു കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് ഉണ്ടാവാനുള്ള റീസൺ ഐ സ്ട്രോങ്ലി ബിലീവ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റും മെൻറ്റർഷിപ്പുമാണ് എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ ഈ IIT NIT ഒക്കെ നമുക്കൊന്ന് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ, ഈ എൻജിനീയറിങ്ങിന് പോവുക, അതേപോലെ തന്നെ ഇപ്പോൾ പണ്ടത്തെ BSc കോഴ്സ്, BCom, BA, BBA ഇതൊക്കെയുള്ള കോഴ്സിനൊക്കെ പോവുക എന്ന് പറയുന്നത് പോലും ഇപ്പോൾ കുട്ടികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ പോയപ്പോഴത്തേക്കിനും ഞങ്ങളുടെ അവിടെ സെൻറ് തോമസ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. ഞാൻ അവിടെ പഠിച്ചിട്ടില്ല, കാരണം ഞാൻ ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. വലിയൊരു കോളേജാണ്, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയത് അവിടെയാണ്. അപ്പോൾ പോയ സമയത്ത് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ആ കോളേജിൽ ഇപ്പോൾ 250 കുട്ടികളെങ്ങാണ്ടേ പഠിക്കുന്നുള്ളത്, എല്ലാ ഇതും കൂടെ. വലിയൊരു കോളേജാണ് അത്. എൻ്റെ അനിയനൊക്കെ അവിടെയാണ് പഠിച്ചത്.
ഞാൻ എന്താ ഇപ്പൊ കുട്ടികൾ ഈ പറഞ്ഞ BA 3 കൊല്ലം പഠിക്കണം, പിന്നെ MA 2 കൊല്ലം 4 കൊല്ലം. ആ ഇപ്പൊ BA 4 കൊല്ലം ആക്കിയോ? അതുകൊണ്ടാണ് കുട്ടികൾ പോകാതിരിക്കാനുള്ള ഒരു റീസൺ 4 ഇയർ പ്രോഗ്രാം. പിന്നെ MA പഠിക്കണം, പിന്നെ BSc പഠിക്കണം, MSc പഠിക്കണം, അല്ലെ വേറെ ഏതെങ്കിലും PG എടുക്കണം, 5-6 കൊല്ലം പഠിക്കണം. ഇപ്പം അതൊന്നും ആൾക്കാർക്ക് സമയമില്ല. അത്രയൊന്നും ലൈക്ക് ദേ ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് ടൈം ഫോർ ദാറ്റ്. ഇപ്പം എങ്ങനെയും +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് പോവുക, പെട്ടെന്നൊരു ജോലി കിട്ടുക, പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക. പിന്നെ നമുക്കിപ്പം പല പല ഓപ്ഷൻസ് കാണാമല്ലോ. ACCA, CA, CMA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 21-ാം വയസ്സിൽ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് പല പഠിക്കണമെങ്കിൽ 4-5 വർഷം. അതെ, പക്ഷെ വാഗ്ദാനം 21-ാമത്തെ വയസ്സിൽ ജോലി കൊടുക്കുന്ന കേസല്ല, അത് നടക്കുന്ന കേസല്ല, വാഗ്ദാനമാണല്ലോ. ഇപ്പം മമ്മൂട്ടി മോഹൻലാലൊക്കെ വന്ന് പറയാണ് മക്കളെ വരും 21-ാം വയസ്സിൽ ജോലി എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാവരും അങ്ങനെയുള്ള അഡ്മിഷൻ അല്ല അങ്ങനെയുള്ള ഇതില് അതിനകത്ത് കിട്ടുന്നവരുണ്ടാവാം, കിട്ടാത്തവരുണ്ടാവാം. എല്ലാത്തിലും അതേപോലെ ഇപ്പൊ എൻട്രൻസിന് വരുന്ന എല്ലാവർക്കും കിട്ടണമെന്നില്ല, ഒരിക്കലും കിട്ടില്ല. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് റിപ്പീറ്റ് ചെയ്തൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. അവസാനം MBBS ഒക്കെ പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് കിട്ടിയില്ല, രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് കിട്ടിയില്ല, എന്നിട്ട് MBBS തന്നെ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പഠിക്കാൻ പോയ ആൾക്കാരൊക്കെ എനിക്കറിയാം. സോ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കുട്ടികളൊക്കെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പഠിക്കണം, അല്ല പഠിച്ചില്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജോലിക്ക് പോകണം, പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലും ഈ പറഞ്ഞ പോലെ പഠിക്കാൻ മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പഠിത്തത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾ, അവരാണല്ലോ ശരിക്കും ഈ അതായത് ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു നമ്മുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതെ അല്ലേ? അത് ചെറുതാണ് എന്നുള്ളത് നമ്മൾ മേ ബി ആ ടോപ്പ് ഓഫ് ദ ലൈനിൽ നോക്കുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സുജിത്ത് പറഞ്ഞൊരു പ്രോബ്ലം, അതായത് എന്തുകൊണ്ട് കുട്ടികൾ ഡിഗ്രിക്ക് പോകുന്നില്ല? ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ക്ലാരിറ്റി. ഇതിന് ശേഷം എന്ത് ചെയ്യണം, ഇതിന് ശേഷം എനിക്ക് എന്തെങ്കിലും കിട്ടുമോ, ഈ പറഞ്ഞ ജോലി കിട്ടാൻ വേണ്ടി ഇത് ചെയ്യണോ എന്നുള്ളൊരു ക്ലാരിറ്റി കുട്ടികൾക്ക് ഇല്ല. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരു BA ഹിസ്റ്ററി പഠിച്ചതിന് ശേഷം എന്താണ്. ഞങ്ങളുടെ നാട്ടിലൊരു എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടും. കാരണം KTUവിൻ്റെ പാസ് പെർസെൻറ്റേജ് എന്നുള്ളത് കേരളത്തിലെ പാസ് പെർസെൻറ്റേജ് 50% കേരളത്തിൽ എഞ്ചിനീയറിംഗ് പാസ്സാവുന്ന ആളുകളുടെ എണ്ണം. പൂട്ടിപ്പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതെ. അപ്പോൾ ഈ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് റോങ് ഡിസിഷൻസ്, റോങ് കരിയർ ചോയ്സ് എടുക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് ഒരു യങ്ങർ ഏജിൽ അവരെ നേർച്ചർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഞങ്ങൾക്കൊരു എൻട്രൻസ് കോച്ചിങ് തുടങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കാവുന്ന ഒരു കാര്യം എന്തായിരിക്കും? നേരെ 11th 12th അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് തുടങ്ങുക എന്നുള്ളതായിരിക്കും. IIT ടാഗ് വെച്ചിട്ട് നിങ്ങളുടെ മക്കളെ ഇങ്ങോട്ട് വരൂ, നിങ്ങൾ IIT കൊടുക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കിട്ടുന്നൊരു സംഭവമല്ല IIT എന്നുള്ളത്. ഇനി IIT എന്നല്ല, ഏത് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, അങ്ങനെ പറഞ്ഞാൽ കിട്ടുന്നതല്ല. അപ്പോൾ നമ്മുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് എന്നുള്ളത് കുറച്ചുകൂടി, അതുകൊണ്ടാണ് ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവരെയാണ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക. അപ്പോൾ കുറച്ചും കൂടി കേരളത്തിൽ ഒരു ക്ലാസ് 6 to 10 അറൗണ്ട് 25 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ 25 ലക്ഷത്തിൽ മേ ബി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു 10% എന്ന് പറഞ്ഞാൽ തന്നെ 2.5 ലക്ഷം കുട്ടികളായി. ആ 2.5 ലക്ഷം കുട്ടികളിൽ 5000 കുട്ടികളല്ലേ ഞങ്ങൾ ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. ഒരുപാട് കുട്ടികൾ. നിങ്ങളുടെ ടാർഗറ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ ചെറുതാണ്. അതെ, ശരിക്കും ഇപ്പം നമുക്ക് എറണാകുളത്തോടെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാണാം, നമുക്ക് ഇതേപോലെയുള്ള കുറേ സ്ഥാപനങ്ങളുടെ ഫ്ലെക്സ് കാണാം. ഈ JEE, IIT എന്നൊക്കെ പറഞ്ഞിട്ട്, ക്രാക്കി എന്നൊക്കെ പറഞ്ഞ കുറേ പിള്ളേരുടെയൊക്കെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഫ്ലെക്സ് കാണാം. ഈ പിള്ളേരൊന്നും മലയാളികൾ പോലും ആയിരിക്കത്തില്ല. അവരുടെ പേരൊക്കെ നോക്കി കഴിഞ്ഞാൽ വല്ല സിംഗം അങ്ങനെയൊക്കെ മലയാളികളായിട്ടുള്ള പിള്ളേരുടെ പേര് പോലും ആയിരിക്കത്തില്ല. ഒറിജിനൽ ആണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, വളരെ ജെന്യൂനായി ചെയ്യുന്നവരുണ്ട്. അല്ല, അവിടെയും ആ ഫ്ലെക്സിൽ പോലും മലയാളിയുടെ ഫോട്ടോ വെക്കാൻ കിട്ടണില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ യാഥാർത്ഥ്യമാണ്. നമ്മളൊരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ മലയാളികളുടെ കുറവ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണല്ലോ. ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസിനെ, അല്ലേ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലും മറ്റൊക്കെ ഒരുപാട് സ്റ്റുഡൻസിനെ സുജിത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ധാരാളം പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമ്യയിലൊക്കെ ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്, മലയാളികൾ. യെസ്. അപ്പോൾ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റ് പറയാം. ഒരു 3 വർഷം മുമ്പ് വരെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടിയിരുന്ന മലയാളികളുടെ 2500 ആയിരുന്നെങ്കിൽ അതിന് തൊട്ടടുത്ത വർഷം എനിക്കൊന്ന് 2023 അത് 240 കുറയാണ്. കാരണം എന്താണെന്ന് അറിയോ? അതുവരെ +2 മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അഡ്മിഷൻ. +2 മാർക്ക് നമ്മുടെ സർക്കാർ വാരിക്കോരി എല്ലാവർക്കും ആവശ്യത്തിലധികം കൊടുക്കുന്നുണ്ട്, അല്ലേ? അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ് CUET, കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ കൊണ്ടുവരികയാണ്. ഈ പരീക്ഷ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് കുട്ടികൾ എന്താ പറയുക, അടപടലം തേഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ കിട്ടുന്നില്ല, എലിജിബിലിറ്റി കിട്ടുന്നില്ല. ഇല്ല. യെസ്. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹേർഡിൽ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ ഹേർഡിൽ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ അവിടെ അടിതട്ടി വീഴുന്നു. അപ്പോൾ അത് അവർക്ക് ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരുപാട് നഷ്ടങ്ങളുണ്ട്.
നമ്മൾ ഇപ്പോൾ ഒരു കോഴ്സ് പഠിക്കണോ എന്ന് ചോദിക്കുന്നതിനപ്പുറം ഒരു +2 കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ആലോചിക്കാറുണ്ട്. അതുണ്ടാക്കുന്ന ഇപ്പോൾ ഇയേഴ്സ് സമയനഷ്ടം, അതുണ്ടാക്കുന്ന പണത്തിൻ്റെ നഷ്ടം. അതായത് ഒരു MBBS കോഴ്സ്, നമുക്കൊരു MBBS എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുക്കാം, എഞ്ചിനീയറിംഗ് മാറ്റി ഒരു MBBS കോഴ്സ് എടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജാണ് എയിംസിൽ ഒരു വർഷം പഠിക്കാൻ ഒരാൾക്ക് വരുന്ന ഫീ എന്നുള്ളത് 1200 രൂപയാണ്, 1200 റുപ്പീസ്. 5 വർഷം കൊണ്ട് ഒരു 6000 രൂപയ്ക്ക് ഒരാൾക്ക് ഡോക്ടറാകാൻ പറ്റും. ഇതേ MBBS കോഴ്സ് നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ 30,000 രൂപയാണ് ഒരു വർഷം കൊടുക്കേണ്ടത്, വിച്ച് ഈസ് വെരി റീസണബിൾ. 5 വർഷം കൊണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് MBBS എടുക്കാൻ പറ്റും. ഇതേ MBBS കോഴ്സ് നിങ്ങൾ ഇവിടെ നമ്മുടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവിടെ ഗവൺമെൻറ് സീറ്റ് പഠിക്കുകയാണെങ്കിൽ 8 ലക്ഷം രൂപ ഒരു വർഷം കൊടുക്കണം, 40 ലക്ഷം രൂപ. അപ്പം 1.5 ലക്ഷം രൂപയും 40 ലക്ഷം രൂപയായി. ഇനി ഇത് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ മേ ബി അഗെയിൻ 40 to 50 lakhs നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കുറേ ലീഗൽ കോംപ്ലിക്കേഷൻസും അത് കഴിഞ്ഞുള്ള FMG എക്സാം അതൊക്കെ വേറെ ഇഷ്യൂസ്. ഇനി അത് NRI സീറ്റ് ആണെങ്കിൽ കോടികൾ കൊടുക്കണം. ഒരേ MBBSന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വിലയാണിത്. ആരാണ് 5000 രൂപയ്ക്ക് 6000 രൂപയ്ക്ക് MBBS പഠിക്കുന്നത്, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് MBBS പഠിക്കുന്നത്? അത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് അതിന് നേരത്തെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നന്നായി പഠിക്കുന്ന ആളുകളാണ് എത്തുന്നത്. ശ്രദ്ധിക്കുന്ന പാരൻസിൻ്റെ മക്കളാണ് അവിടെ എത്തുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം കുട്ടികൾക്ക് ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് പ്രത്യേകിച്ചൊരു ഡ്രൈവോ ബോധമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പാരൻസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ കുറച്ച് നീ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പുഷ് ചെയ്യുന്നത്. എന്നാൽ അത് അങ്ങനെ ആലോചിക്കാത്ത ആളുകൾക്ക് പിന്നീട് ലൈഫിൽ ഒരുപാട് സമയവും നഷ്ടമാണ്, ഒരുപാട് പണവും നഷ്ടമാണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ ക്ലാരിറ്റിയേ കിട്ടുന്നില്ല, ഞാൻ ഇതിന് തന്നെയാണോ പോവേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ റോങ് ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്തിട്ട് ഡിപ്രഷനിലോട്ട് പോകുന്ന, ആങ്സൈറ്റിയിലോട്ട് പോകുന്ന വലിയൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇല്ലേ. ഇതൊക്കെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഈ IIT പോലെയുള്ള കോളേജുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുമ്പോൾ ലൈക്ക് താങ്കളിപ്പം 5 കൊല്ലം IIT പഠിച്ചാണ്, യുവർ ആൻ IIT പ്രോഡക്റ്റ്. IIT നിന്നും താങ്കൾക്ക് കിട്ടിയത് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കണം എന്നുള്ളതാണ് മേ ബി വിശ്വവിശ്വത്തിൻ്റെ ഒരു ക്രക്സ് എന്നുള്ളത്. വൈ ഷുഡ് ബി സ്റ്റഡി എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ വാട്ട് ഈസ് സ്പെഷ്യൽ വിത്ത് IIT എന്ന് ഇൻഡയറക്ട്ലി ചോദിച്ചതേ ഉള്ളൂ. ഒന്ന്, അവിടെ കിട്ടുന്ന അക്കാഡമിക്സ് ഈസ് ഡെഫിനറ്റ്ലി ഗുഡ്. ഇന്ത്യയിലെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് എന്ന് ഞാൻ പറയില്ല, ഏറ്റവും ബെസ്റ്റ് അക്കാഡമീഷ്യൻസ് എന്ന് പറയാം. ഏറ്റവും ബെസ്റ്റ് ആ വിഷയങ്ങളിൽ നോളജുള്ള ആളുകൾ എന്ന് പറയാം. എല്ലാവരും നല്ല ടീച്ചേഴ്സ് ഒന്നും ആയിക്കൊള്ളുന്നില്ല. 2 എക്സ്പോഷറാണ്. എക്സ്പോഷർ എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുകൾ ഇന്ത്യയിലെ പല ടോപ്പായിട്ടുള്ള ആളുകൾ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ കൂടെ പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ഔട്ട്കമാണ്, റൈറ്റ്? അപ്പോൾ നമ്മുടെ ഒരു ചിന്താശേഷിയും നമ്മുടെ ലോകത്തെ കാണുന്നൊരു പെർസ്പെക്റ്റീവൊക്കെ ഉയരും. അവർക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും. ഇതൊക്കെ ഒരു ഷെയർഡ് ഡ്രീംസായി മാറും. IITയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് IITകൾ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നൊരു കോളേജാണ്. അതായത് ഒരു വർഷം 4 മാസമാണ് IITസിലെ വെക്കേഷൻ. 4 മാസം വെക്കേഷനുള്ള ഒരു കോളേജും വേറൊരു കോളേജും ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ 4 മാസത്തിൽ നമുക്ക് പ്രൊജക്ട്സ് ചെയ്യാം, നമുക്ക് ഇൻറ്റേൺഷിപ്സ് ചെയ്യാം, നമുക്ക് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാം. മിക്കവാറും ഉച്ചയ്ക്ക് വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം എന്ത് ചെയ്യാം, നമുക്ക് വേറെ കുറേ പ്രൊജക്ട്സിലോ ഒക്കെ ഇൻവോൾവ് ആവാം. പ്രൊജക്ട്സ് മീൻസ് നോട്ട് നെസറലി അക്കാഡമിക്, ഈവൻ നോൺ അക്കാഡമിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതായത് ഒരു കാര്യം നമ്മൾ IITയെ കുറിച്ച് തിരുത്തേണ്ട ധാരണ ഇത് കുറേ ബുജികളുടെ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ തലക്ക് തീ പിടിച്ച് നടക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന, അങ്ങനെയല്ല. അത് നേരെ മറിച്ച് നമ്മുടെ ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാൽ നമുക്ക് കാണാം പിള്ളേരൊക്കെ യൂണിഫോം ഇട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹോസ്റ്റലിൽ 6 മണിയുടെ ഉള്ളിൽ 7 മണിയുള്ളിൽ കയറണം എന്നുള്ള റൂൾസ്. യൂണിഫോം ഉണ്ടോ? യൂണിഫോം ഒന്നുമില്ല. ചില ദിവസങ്ങളിൽ എന്താ പറയുക, നേരത്തെ കുളിക്കുക പോലും ചെയ്യാതെ ചപ്പലൊക്കെ ഇട്ട് വന്ന് അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പ്രൊഫസേഴ്സൊക്കെ പുറത്താക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ യൂണിഫോമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഡ്രസ് കോഡ്സോ കാര്യങ്ങളോ പ്രത്യേകിച്ച് നമ്മളെ നിയന്ത്രിക്കാനും ആരുമില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുണ്ട്. പക്ഷേ ഗുണങ്ങളാണ് ഏറെ, കാരണം അങ്ങനെ ഒരു എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഏരിയാസിലോട്ട് നമുക്ക് എക്സ്പോഷർ കിട്ടുകയാണ്. 2 അവിടുത്തെ അലുമിനസ് ആണ്. അപ്പോൾ നമുക്ക് എവിടെ പോയാലും ഏതൊരു കമ്പനിയുടെ ടോപ്പായിട്ട്, അല്ലെങ്കിൽ ഈവൻ പൊളിറ്റിക്സിൽ അരവിന്ദ് കെജ്രിവാൾ IIT പ്രൊഡക്റ്റാണ്, സുന്ദർ പിച്ചെ IIT പ്രൊഡക്റ്റാണ്, അതേപോലെ തന്നെ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന രഘുറാം രാജൻ IIT പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് മേഖലയിൽ നമുക്കിനി ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്ന ഒരുപാട് സീനിയേഴ്സ്, നല്ല സീനിയേഴ്സ് നമുക്ക് ഒരുപാടുണ്ട്, നമ്മളെ റെഫർ ചെയ്യാവുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി കിട്ടാൻ എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണല്ലോ. പ്ലേസ്മെൻറ്റ്സ് എന്നുള്ളത് കൂടുന്നത് അതുകൊണ്ടാണ്. ഇത്രയധികം കണക്ഷൻസ് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അതോടൊപ്പം നല്ല അക്കാഡമിക്സും നല്ല ഫെസിലിറ്റീസും, ഇന്ത്യയിൽ ഒരുപക്ഷെ ഒരു കോളേജിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് അക്കാഡമിക്സും ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കൽ ഫെസിലിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് മേ ബി IITസിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതൊരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും യുണീക്ക് ആക്കുന്ന ഫാക്ടേഴ്സ് ഇതാണ് എന്നുള്ളതാണ്. ഓക്കെ.
ഇപ്പം ഈ ഒരു കോർപ്പറേറ്റ് ലൈഫൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പം സ്വന്തമായിട്ടൊരു കോർപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ല 10-200 സ്റ്റാഫും 5000 സ്റ്റുഡൻസൊക്കെ പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു കോർപ്പറേറ്റ് ലെവലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. സോ വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ളത് ഡെഫിനറ്റ്ലി നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 2.5 ലക്ഷം സ്റ്റുഡൻസിലോട്ട് എത്താൻ സ്കോപ്പ് ഉണ്ട്. സ്റ്റിൽ അറ്റ് 5,000 റൈറ്റ്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് സ്റ്റുഡൻസിലോട്ട് ഡെഫിനറ്റ്ലി ഗ്രോ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിലൊരു ഫാക്ടർ എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാനൊരു കോൺഫറൻസിന് ഞാൻ IIT മദ്രാസിൽ കുറേ കാലത്തിന് ശേഷം ഞാൻ പോവാണ്. പോയി 2-3 ദിവസം അവിടെ താമസിച്ചു. അപ്പോൾ താമസിച്ച സമയത്ത് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, ഞാൻ 2015 പാസ് ഔട്ട് ആയിട്ടുള്ളൂ, വിച്ച് ഈസ് ലൈക്ക് 10 years ago, അത്രയധികം സമയമൊന്നായിട്ടില്ല. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇന്ന് അവിടെ പഠിക്കുന്നുണ്ട്. വിച്ച് ഈസ് ലൈക്ക് എനിക്ക് ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു സമയമാണ്. നമ്മൾ പഠിപ്പിച്ച ആളുകൾ നമ്മൾ ഉദ്ദേശിച്ച ആ രീതിയിലെത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിനെ, അവരുടെ ചുറ്റുള്ള ആളുകളുടെ ലൈഫിനെ, അവരുടെ ഫാമിലീസിനെ, അവരുടെ ചുറ്റുള്ള കമ്മ്യൂണിറ്റിയെ, അവരുടെ അയൽപ്പക്കങ്ങളെല്ലാം ലിഫ്റ്റ് ചെയ്യുന്നില്ല. ഒരു കുട്ടി നന്നായി പഠിച്ചാൽ നമ്മൾ പറയും അവനെ കണ്ടുപഠിക്ക്, അല്ലെങ്കിൽ അവൻ പോയ പോലെ പോകുന്നുള്ളത് നമ്മുടെ ചുറ്റുള്ള ഫാമിലിയുള്ള കുട്ടികളോട്, നമ്മുടെ നെയ്ബർഹുഡിലുള്ള കുട്ടികളോടൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾക്ക് വലിയൊരു ലോകം നമ്മൾ തുറന്നു കൊടുക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു മേഖലയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യാനുണ്ട്. പിന്നെ ഈ JEE ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട്, ഒരു 12 ആളുകൾ, 100 ആളുകളെ പരീക്ഷ എഴുതിയിട്ട് 12 ആളുകൾ, ദാറ്റ് മീൻസ് 12% ആളുകൾ NITs പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് അച്ചീവ്മെൻറ്റ്. ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ എന്താ പറയുക, നമുക്ക് നല്ലൊരു തുടക്കം കിട്ടിയിട്ടുണ്ട്. അതും എല്ലാവരും ഓൺലൈനായി പഠിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത വർഷങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒരു IITസിലോട്ടുള്ള NITസിലോട്ടുള്ള എൻറോൾമെൻറ്റ് റേറ്റ് കൂട്ടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ടാർഗറ്റാണ്. അപ്പോൾ വീണ്ടും ആ ഒരു പ്രൊഡക്റ്റ് സൈഡ് ഓഫ് തിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോവർ ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ഒരു 1st സ്റ്റാൻഡേർഡ് മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികളെ നമുക്ക് എങ്ങനെ കാറ്റർ ചെയ്യാൻ പറ്റും? അവർക്കൊരു കോച്ചിങ് കൊടുക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് അവരൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ, അവർ ഒരു ബെറ്റർ തിങ്കേഴ്സായി മാറാൻ. കാരണം കുട്ടികൾക്ക് ഈ ഫോൺ അഡിക്ഷൻ, ഇനി ഞാൻ കാണുന്ന കുട്ടികൾക്ക് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഒരു AI യൂസേജാണ്. ഏത് കാര്യത്തിനും AI ആശ്രയിക്കുക എന്നുള്ളത് അവരുടെ ഒരു ബ്രെയിൻ കപ്പാസിറ്റിയെ ഭയങ്കരമായിട്ട് കുറക്കാൻ സാധ്യതയുള്ള ഒരു പോലും ഈ പ്രായത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയാം എന്തിനാ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഹാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അവന് ഏതൊരു എക്സാമിനും എന്താ പറയുക, ആളുകൾക്ക് എളുപ്പമുള്ള കാര്യങ്ങളല്ല വേണ്ടത്. അതുകൊണ്ടാണല്ലോ നമ്മളും ഈവൻ AI യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇപ്പം ഞാനോ അല്ലെങ്കിൽ സുജിത് ഭായി ഒക്കെ നമ്മളൊക്കെ ജനിച്ചു വന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെ തിങ്ക് ചെയ്യണം എന്നുള്ളത് സ്കൂളുകൾ നമ്മളെ ഇന്നവേ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ പഠിക്കുന്നതിനപ്പുറം എങ്ങനെ തിങ്ക് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ തിങ്കിങ് പവർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ AI ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ കുട്ടികൾ ആ തിങ്കിങ് പവർ പോലും ഉപയോഗിക്കാൻ അവർക്ക് പറ്റാതിരുന്നാലോ, അവർ നേരെ എന്ത് ചെയ്യുന്നു, അവർ ഒരു AI യൂസേജിലോട്ട് കിടക്കുന്നു. ഏതൊരു ക്വസ്റ്റ്യനും അവർക്ക് ഈസിലി AI ആൻസർ കൊടുക്കുന്നു. അപ്പോൾ ആ തിങ്കിങ് പവറാണ് അവർക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഞാനിപ്പോൾ പറയാറുള്ളത്, നമുക്കൊരു സ്കൂളിലൊക്കെ നമ്മൾ പണ്ട് PT പീരീഡ്, ഫിസിക്കൽ ട്രെയിനിങ് പോലെ ഒരു IT ഇൻ്റലക്ച്വൽ ട്രെയിനിങ് പീരീഡ് വേണം. അവിടെ ഡിവൈസ് ഒന്നും യൂസ് ചെയ്യാതെ ഒരു പസിൽ കുട്ടിക്ക് കൊടുത്ത് നമ്മൾ സോൾവ് ചെയ്യാൻ ഒരു പെന്നും പേപ്പറും മാത്രം കൊടുത്ത് കുട്ടിയെ എന്ത് ചെയ്യണം, ഇരുത്തണം. ലെറ്റ് ഹിം തിങ്ക് ആൻഡ് ഫെയിൽ, റൈറ്റ്? ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് ഒരു ലോവർ ഏജ് ഗ്രൂപ്പിൽ ആവശ്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞങ്ങൾ വി ആർ തിങ്കിങ് ഓഫ് അത് ഡെവലപ്പ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. കാരണം അതായിരിക്കും അടുത്തൊരു ജനറേഷൻ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു നല്ലൊരു സമ്മാനം എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്ലാൻസാണ് എക്സാൻവിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിഭയങ്കരമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വരവാണ് കഴിഞ്ഞൊരു, എനിക്ക് തോന്നുന്നൊരു 2 yearsലാണ് ഭയങ്കരമായിട്ട് ഇത് നമ്മുടെ ഇടയിലേക്ക് ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ പല രീതിയിലേക്ക് വന്നത്. ChatGPT വന്നു, അതിനുശേഷം ജെമിനി വന്നു, പിന്നെ കുറേ സംഭവങ്ങൾ വന്നു. ഈ AI-നെ ആളുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസിലും, നമ്മുടെ ഫോണിൽ വരെ AI-നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങി. അത് ഓൾമോസ്റ്റ് ഇപ്പം AI എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെ പല കാര്യത്തിലും നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. ശരിക്കും ഇതൊരു വലിയൊരു മാറ്റം തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു റെവല്യൂഷൻ തന്നെയാണ് അടുത്ത ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതനുസരിച്ച് നമ്മുടെ ഈ പാഠ്യപദ്ധതികളും അതുപോലെയുള്ള ഈ പഠിപ്പിക്കുന്ന രീതികളും ഒക്കെ മാറുമെന്ന് തോന്നുന്നുണ്ടോ? മാറിയില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ജനറേഷനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിരിക്കും അത് എന്നുള്ളതാണ്. അപ്പോൾ ഈ AI ടൂൾസ് എങ്ങനെ വൈസ്ലി യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതലേ
പഠിപ്പിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇത് വൈസ്ലി യൂസ് ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു എത്തിക്കൽ പോളിസീസ് എന്തെല്ലാമാണ്, എന്തിനെല്ലാം യൂസ് ചെയ്യാം, എന്തിനെല്ലാം യൂസ് ചെയ്യാൻ പാടില്ല, റൈറ്റ്? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് ജനറേഷനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളൊരു ഇനീഷ്യേറ്റീവ് AI ഫോർ കേരളം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഇനീഷ്യേറ്റീവ് തുടങ്ങി. ഫ്രീ ആയിട്ട് കുട്ടികളെ AI പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഒരു 6 മാസം മുമ്പാണ് തുടങ്ങിയത്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത്. എക്സ് പ്രതിപക്ഷ നേതാവ്. ഇനി എന്താ മുഖ്യമന്ത്രി, നമ്മൾ ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല, ഞങ്ങൾ വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ആവുമായിരിക്കും. ആവട്ടെ. നല്ലൊരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. താങ്കൾ ഇരിക്കുന്ന അതേ കസേരയിൽ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചാണ് ഒരു 2-2.5 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. അതെ അതെ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആ പ്രോഗ്രാം ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ കണ്ണൂർ കളക്ടർ അതിനുമായിട്ട് ഹി വാണ്ടഡ് ടു ഇൻവോൾവ്. അപ്പോൾ കണ്ണൂർ കളക്ടറേറ്റ് MOU സൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഫ്രീ ആയിട്ട് കുട്ടികളെ AI പഠിപ്പിക്കാനുള്ള ഇനീഷ്യേറ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട്, നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇതിൻ്റെ നഷ്ടം എന്നുള്ളത്. അപ്പോൾ കേവലം ഒരു AI യൂസേജ് എന്നുള്ളത് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്, ഈ AI സിസ്റ്റംസ് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? നല്ല തിങ്കിങ് പവറുള്ള എൻജിനീയേഴ്സ് വേണം, അല്ലേ? അതേപോലെ തന്നെ ഈ എൻജിനീയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഏരിയാസിൽ, ഇപ്പോൾ നമ്മൾ ഹായ് സിരി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഹായ് അലക്സ എന്ന് പറയുന്നു. ഇതൊരു എഞ്ചിനീയർക്ക് മാത്രം ഡെവലപ്പ് ചെയ്യാവുന്നൊരു സിസ്റ്റമാണോ? അല്ല. ഇതിൽ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ആളുകളുണ്ടാവും. അവർ ഈ മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള സിസ്റ്റം, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് പല ഡൊമൈനിലെ എക്സ്പെർട്ടീസ് ഉള്ള ആളുകൾ വിത്ത് AI പഠിച്ചിട്ടുള്ളത് എങ്ങനെ യൂസ് ചെയ്യാമെന്നറിയുന്ന, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് അറിയുന്ന ആളുകൾ വേണം. ആ രീതിയിൽ നമ്മുടെ സിലബസിൽ കുറേ മാറ്റങ്ങൾ, നമ്മുടെ ഒരു പാഠ്യ രീതികളിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ മിക്കവാറും നമ്മുടെ സ്കൂൾസൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും. ഓൾറെഡി കുറേ ഔട്ട്ഡേറ്റഡ് ആയി മാറി, ഇനിയും കൂടുതൽ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും. ശരിക്കും മെഡിക്കൽ രംഗത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ AI വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം പണ്ടൊക്കെ ഈ കെഡാവർ വെച്ചിട്ട് പഠിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇപ്പം കെഡാവറൊന്നും ഇല്ലല്ലോ. ഇപ്പം കെഡാവറിന് പകരം എല്ലാം മറ്റേ ഡിസ്പ്ലേ വെച്ചുള്ള പരിപാടികൾ എല്ലായിടത്തും ഇല്ലേ, കണ്ടിട്ടില്ലേ? പല കോളേജുകളിലും ഡിസ്പ്ലേ വെച്ചിട്ട് ഇങ്ങനെ അത് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെയാണ് മിക്ക സ്ഥലങ്ങളിലും പോകുമ്പോൾ കാണുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡെന്റൽ ക്ലിനിക്കിൽ പോയപ്പോഴത്തേക്കിനും ഒരു മെഷീൻ അവിടെ കൊണ്ടുവച്ചു. ഒരു ചെറിയ മെഷീൻ ഒന്നുമില്ല, മേളിലൊരു ഒരു മോണിറ്റർ ഉണ്ട്, താഴെ അതിൻ്റെ സ്റ്റാൻഡും പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു സ്കാനിങ് എക്യുപ്മെൻറ്റും ഉണ്ട്. അതിങ്ങനെ നമ്മുടെ പല്ലൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നൊരു സാധനമാണ്. 28 ലക്ഷം രൂപയാണെന്ന് അതിന്. പല്ല് സ്കാൻ ചെയ്തിട്ട് കൃത്യമായി അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ. അത് ആക്ച്വലി ഇൻവിസലൈൻ, മറ്റേ ഇതിന്റെ ഇൻവിസലൈൻ കമ്പനിയുടെയാണ്. അവരുടെ ഒരു എന്താ പറയാ, മൊണോപ്പോളി ആണല്ലോ അത്. അപ്പൊ അത് പ്രോപ്പറായിട്ട് ജസ്റ്റ് വായിൽ വെച്ച് അങ്ങനെ ഇങ്ങനെ ഒന്ന് ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വായുടെ കംപ്ലീറ്റ് 3D ഇമേജ് അത് എടുക്കുകയും പിന്നെ അത് കംപ്ലീറ്റ് അനാലിസിസ് ചെയ്ത്, അവരുടെ ഒരു സോഫ്റ്റ്വെയറിനാണ് ആ ചാർജ്, അല്ലാതെ ആ ഒരു ഹാർഡ്വെയറിനല്ല 28 ലക്ഷം രൂപ. ആ സോഫ്റ്റ്വെയറിനും അവരുടെ R&Dക്കുമാണ് ശരിക്കും ആ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി ഇതേ സാധനം ഇൻവിസലൈൻ പോലെയുള്ള മറ്റ് ലോക്കൽ ബ്രാൻഡുകളുണ്ട്. ഇത് ഇൻവിസലൈൻ 2 ലക്ഷത്തിന് കിട്ടുമ്പോൾ 20,000 കിട്ടും. അപ്പം വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്കമ്മിൽ വരുന്ന വ്യത്യാസമുണ്ട്. പിന്നെ ഈ അലൈനേഴ്സ് യൂസ് ചെയ്യുമ്പം വരുന്ന നമ്മുടെ കംഫർട്ട് ലെവലിലുള്ള വ്യത്യാസം, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ പല മേഖലകളിലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയൊരു സംഭവം തന്നെയായിരിക്കും ഇനിയിപ്പോൾ അങ്ങോട്ട് വരാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ചില ആളുകളൊക്കെ പറയും കമ്പ്യൂട്ടർ വന്നപ്പോൾ നമുക്ക് കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ വന്നപ്പോൾ നമ്മൾ അത് കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്തു. എൻ്റെ അഭിപ്രായത്തിൽ അതുപോലെ ഒന്നുമല്ല. നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി, നമ്മുടെ തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി ആണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ അവിടെ കുറേ ജോബ്സ് നമുക്ക് ഡെഫിനറ്റ്ലി നഷ്ടപ്പെടും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് മെറ്റയിൽ നിന്ന് 6000 ആളുകളെ പിരിച്ചുവിട്ടത് ഒറ്റയടിക്ക്. 2 ആഴ്ച മുമ്പാണ് ഒറാക്കിൾ വൺ ഓഫ് ദ ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനി. അവിടുന്ന് 30,000 ആളുകളാണ് ഒറ്റ ദിവസം രാവിലെ 6 മണിക്ക് മെയിൽ അയക്കുന്നത്, യു ആർ നോ ലോങ്ങർ ഇൻ ദ കമ്പനി എന്ന് പറഞ്ഞിട്ട് 30,000 ആളുകൾ ഒറ്റയടിക്ക് ഫയർ ചെയ്യാണ്. അതവർക്ക് പ്രോഫിറ്റ് ഇല്ലാഞ്ഞിട്ടല്ല. ഒറാക്കിളിൻ്റെ ഒരു ക്വാർട്ടറിലെ കഴിഞ്ഞ ക്വാർട്ടർ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ക്വാർട്ടറായിരുന്നു. പകരം അവർ പറയുന്നത് നമുക്ക് ഇത്ര ആളുകൾ ആവശ്യമില്ല. ഇപ്പോൾ ഇത്രയധികം ആൾക്കാർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പോകുന്നു. നമ്മുടെ നാട്ടിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് കഴിഞ്ഞ വർഷം വരെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. പക്ഷേ ഈ കോഡിംഗ് എന്നുള്ളത് AIക്ക് ചെയ്യാം, ChatGPTക്ക് ക്ലൗഡിനൊക്കെ അടിപൊളിയായി ചെയ്യാം. പിന്നെ എന്തിനു വേണം നമുക്ക് ഇത്രയധികം ആളുകളെ വേണം? മേ ബി അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നല്ല 1-2 ആളുകളെ മതി ഒരു 10 ആളുകൾക്ക് പകരം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് ഏത് മേഖലയിലും, ഇത് മെഡിസിനിലാവട്ടെ, അതേപോലെ ഫൈനാൻസിലാവട്ടെ, ലോയിലാവട്ടെ, പല കാര്യങ്ങളും മേ ബി അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പെടാൻ പറ്റാത്തൊരു സംഭവം എന്നുള്ളത് കുറച്ചുകൂടി ബ്ലൂ കോളർ ജോബ്സാണ്.
ഇപ്പോൾ ആന്ത്രോപ്പിക്കില്ല, ക്ലൗഡിൻ്റെ പാരൻറ്റ് കമ്പനി, അവരൊരു ലേബർ മാർക്കറ്റ് റിപ്പോർട്ട് ഒരു കഴിഞ്ഞ മാസം മാർച്ചിൽ അവർ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ നല്ല രസമുള്ളൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ മേഖല ഏരിയാസ് എന്ത് ചെയ്യും, AI കവർ, ഞാൻ വേണമെങ്കിൽ സെൻഡ് ചെയ്ത് തരാം, AI കവർ ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഫൈനാൻസ്, മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ഈ ഏരിയാസിലൊക്കെ AIയുടെ ഇമ്പാക്റ്റ് ഉണ്ടാവും. നേരെ മറിച്ച് നമുക്കൊരു ഇലക്ട്രീഷ്യനെ വിളിക്കുന്നതിന് പകരം നമുക്ക് AIയോട് ഇപ്പോൾ ചെയ്യാൻ പറയാൻ പറ്റില്ല. മേ ബി ഒരു 10 years ഡൗൺ ദ ലൈൻ ഈ ഫിസിക്കൽ AI, റോബോട്ടിക്സ് ഒക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി വന്നേക്കാം. അല്ലെങ്കിൽ ഒരു പ്ലംബർ നമുക്ക് മാറ്റാൻ പറ്റില്ല, റൈറ്റ്? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബ്ലൂ കോളർ ജോബ്സ് എന്നുള്ളത് നമ്മൾ മേ ബി അത്രയധികം ലൈക്ക് ഒരു ഡിഗ്നിറ്റി കൊടുക്കാത്തൊരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച്, റൈറ്റ്? അപ്പം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് പറയാറുള്ളത്, നമുക്ക് ഇത്രയധികം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറേയൊക്കെ നമ്മൾ ആ എഞ്ചിനീയറിംഗ് കോളേജസിനെ നമ്മളൊന്ന് പോളിടെക്നിക് ആക്കി മാറ്റണം. അതൊരു ഡൗൺ ഗ്രേഡ് അല്ല, അത് ഇന്നത്തെ കാലത്ത് ഒരു അപ്ഗ്രേഡാണ്. അതായിരിക്കും മേ ബി നമ്മുടെ നാട്ടിൽ കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക. ശരിക്കും ജോലി ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ആളെ കിട്ടുന്നില്ല. ഞാൻ തന്നെ ഇപ്പൊ കഴിഞ്ഞ കുറെ മാസമായിട്ട് എൻ്റെ ഒരു വീട് പണി റിലേറ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ നടക്കുക. ഇന്നിപ്പോ ഞാൻ 5 പേരെ വിളിച്ചിട്ടാണ് എനിക്ക് ടൈൽ ഒട്ടിക്കാൻ ആൾക്കാരെ കിട്ടുന്നത്. അവർക്ക് നല്ല കാശും കൊടുക്കുന്നില്ല നിങ്ങൾ? പിന്നെ ഇപ്പൊ 1000 രൂപ കൊടുക്കുന്നതിന് 1500, 1600 ഒക്കെയാണ് ചോദിക്കുന്നത്. അതെ, നിങ്ങൾ ഒരു ഇൻഫോ പാർക്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുള്ള ഒരു കമ്പനിയിൽ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എത്ര കൊടുക്കുന്നുണ്ടോ? മേ ബി 10,000 കൊടുക്കുന്നുണ്ടോ, 20,000 കൊടുക്കുന്നുണ്ടോ മന്ത്ലി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഒരു 30 ഡേയ്സ് വർക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എത്ര രൂപ? 40,000 രൂപ കൈ കിട്ടും. അതെ, അവർക്ക് കുറച്ചും കൂടി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അവർക്ക് കുറച്ചും കൂടി പ്രൊഫഷണലിസം ഉണ്ടെങ്കിൽ. ഇനി അതും പല ആൾക്കാരും ഡെയിലി വേസിന് വരാൻ വില്ലിങ്ങല്ല, അവരൊരു റേറ്റ് പറഞ്ഞ് മൊത്തത്തിൽ അങ്ങ് എടുക്കത്തേ ഉള്ളൂ. അതെ, എന്നിട്ട് അവർ പെട്ടെന്ന് വർക്ക് തീർത്ത് തരും, ഗെറ്റ് മോർ മണി. യെസ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി പ്രൊഫഷണലിസം, സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലോ അത് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, വിദേശ രാജ്യത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഓസ്ട്രേലിയ, UK, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു ഇലക്ട്രീഷ്യൻ്റെയും പിന്നെ പ്ലംബറുടെയും ഒക്കെ വാല്യൂ ശരിക്ക് മനസ്സിലാവുന്നത്. അവിടുത്തെ ആൾക്കാർ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അവിടെയൊക്കെ പോയിട്ടുള്ള ഒരു മലയാളിക്ക് കറക്റ്റ് ഇവരുടെയൊക്കെ വില മനസ്സിലാവും. ഒരു ബൾബ് മാറണല്ലോ, അല്ലെങ്കിൽ ഒരു സ്വിച്ച് ശരിയാക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്ലംബിങ് വർക്കിന് ഒരു ആളെ വരണമെന്നുണ്ടെങ്കിൽ അവനെ വിളിച്ച് അവൻ്റെ അപ്പോയിൻമെന്റ് എടുത്ത് അവന് സൗകര്യമുള്ള സമയത്ത് അവൻ വന്ന് പണിയെടുത്തിട്ട് പൈസയും കൊടുക്കും. നമ്മളിവിടെ അങ്ങനെ തന്നെ ചെയ്യുന്ന ആക്ച്വലി. പക്ഷേ നമ്മളാ സോഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല, പൈസ കിട്ടില്ല. ചെറിയ ഇവിടെ വന്നിട്ട് ഒരു എന്താ പറയാ, ഒരു പൈപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരാളെ വിളിച്ചിട്ട് വന്ന് അവൻ 1000 രൂപ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ? കൊടുക്കില്ല. അതാണ് പ്രശ്നം. എന്നാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ചെയ്യാൻ പറ്റത്തുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു ഏജൻസി, അവർക്ക് സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകൾ, സ്കിൽഡ് ജോബ്സ് ഒക്കെ, ഒരു ബ്ലൂ കോളർ ജോബ്സിന് ആണ് ഒരു പക്ഷേ എക്ക് അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ. മുടി വെട്ടണം. ഞാൻ കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മൾ ഈ നാട്ടില് നിങ്ങൾക്ക് മലയാളം പറഞ്ഞ് മുടി വെട്ടാൻ പറ്റിയ ഒരു ബാർബറെ കാണിച്ചു തരാമോ? ഇല്ല, മലയാളം പറഞ്ഞൊരു പണി ചെയ്യാൻ പറ്റും. ഞാൻ മാൾട്ടയിൽ പോയപ്പോൾ മലയാളി എൻ്റെ മുടി വെട്ടി തന്നിട്ടുണ്ട്. ഇവിടെ മലയാളം പറഞ്ഞ് മുടി വെട്ടാൻ പറ്റിയ ഒരു ബാർബറെ കിട്ടാനില്ല. മോസ്റ്റ് ഓഫ് ദ റെസ്റ്റോറൻറ്റ് യു ഗോ, യു നീഡ് ടു സ്പീക്ക് ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ്. മലയാളം പറഞ്ഞ് ഫുഡ് ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ ഫുഡ് ഓർഡർ എടുക്കാൻ വരുന്ന ഒരാൾ മാത്രം ഉണ്ടാവും ചിലപ്പോൾ മലയാളി. ബാക്കിയെല്ലാം ഹിന്ദിക്കാരായിരിക്കാം. അതായത് നമ്മുടെ നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞു, അപ്പോൾ എന്നെ കുറേ ആൾക്കാർ തെറി പറയാൻ വന്നു. ലൈക്ക് നമ്മുടെ നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇവിടെ വർക്ക് ചെയ്ത പൈസ കിട്ടും, പക്ഷേ ഇവിടെ വർക്ക് ചെയ്ത ഡിഗ്നിറ്റി എന്ന് പറയുന്ന സാധനം കിട്ടുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും പുറത്തു പോകാൻ കാരണം. മെയിൻ റീസൺ സിമ്പിൾ. ഇപ്പോൾ നഴ്സുമാർ ഏറ്റവും കൂടുതൽ വിദേശത്ത് ഏത് ഹോസ്പിറ്റലിൽ പോയാലും യു ക്യാൻ ഫൈൻഡ് എ മലയാളി നഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ കാണാം. അവരിവിടെ വർക്ക് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് മണി. അവർക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്കൊരു ഡിഗ്നിറ്റി കിട്ടുന്നില്ല. സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് തന്നെ, അത് ഡോക്ടേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരും അവർക്ക് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. എൻ്റെയൊക്കെ ഫ്രണ്ട്സ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ പറയുന്നത്, അതെ നമുക്കൊരു കേസും കൂടെ ചെയ്യാൻ പറ്റുമോ ഇങ്ങോട്ട് ചോദിക്കും. അത്രേ ഇതെന്താ എനിക്ക് വട്ടായത്? ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ഇതെന്താ എനിക്ക് വട്ടായതാണോ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നതോ? ഇവിടൊക്കെ അങ്ങനല്ല, ഇവിടൊക്കെ ആജ്ഞാപിക്കലല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു മാറ്റം കാണാൻ ശരിക്കും ഈ പറഞ്ഞ പോലെ ആളുകൾ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ, ഫസ്റ്റ് തിങ് അവർക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടുന്നില്ല. 2, ചെയ്യുന്ന ജോലിക്ക് ഒരു അപ്രിസിയേഷനോ ഒരു ഡിഗ്നിറ്റിയോ കിട്ടുന്നില്ല. 3, അവർക്ക് വേണ്ട ഫ്രീഡം കിട്ടുന്നില്ല. ഇതൊക്കെയാണല്ലോ നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളായിട്ട് യൂത്ത് പറയുന്നത്, അല്ലേ? സോ ഒരു കാര്യം കൂടെ, നമ്മുടെ നാട്ടിൽ ധാരാളം കോളേജുകൾ പൂട്ടിപ്പോകുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമല്ല മറ്റ് പല കോളേജുകളും പൂട്ടിപ്പോകുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുന്നു. നഷ്ടത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന കോളേജുകൾ കാണാം. ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന കോളേജസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ മെയിൻ റീസൺ ഇതൊക്കെ തന്നെയാണോ?
ഒന്ന് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സമയത്ത് IT ബൂം വരുന്നു. ഇപ്പോൾ 2000s ഫസ്റ്റിൽ ഈ IT ഈ ബൂം. അതായത് ഞാൻ ചോദിക്കുന്നത് ഈ പോകുന്ന ഫ്ലോയ്ക്ക് അനുസരിച്ച് കോഴ്സുകളും സിസ്റ്റവും മാറാത്തതല്ലേ അതിൻ്റെ റീസൺ? അതെ, അതായത് നമ്മളൊരു ട്രെൻഡുകൾക്കനുസരിച്ചാണ് ജനറലി മലയാളികൾ കോഴ്സും കോളേജൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് IT ബൂം വന്നപ്പോൾ, ബാംഗ്ലൂരൊക്കെ ഒരു IT ബൂം വന്നപ്പോൾ നമുക്ക് തോന്നി, അന്ന് ചിലപ്പോൾ BTech പഠിച്ചവർ പോലും ആയിരിക്കില്ല ഫസ്റ്റ് കമ്പനീസിൽ ഇന്നും ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സീനിയർ ആൾക്കാരൊക്കെ ചിലപ്പോൾ BSc ഒക്കെ പഠിച്ച ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് BTech കോളേജുകൾ നമ്മൾ എക്സ്ട്രാ തുടങ്ങുന്നു, സ്വാശ്രയ കോളേജുകൾ തുടങ്ങുന്നു. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞാൽ എക്കണോമിക്സിൽ എപ്പോഴും ഒരു സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് ഉണ്ട് അല്ലേ? നമുക്ക് ഒരു സ്ഥലത്ത് ആളുകൾ കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു BDS കഴിഞ്ഞ ഒരാൾക്ക് എന്ത് സാലറിയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്? 15,000. എന്തുകൊണ്ടാണ് ഇത്രയധികം? ആളുകൾ കൂടുതലാണ്. വിലയില്ലാത്ത എന്തുകൊണ്ടാണ്? ആളുകൾ കൂടുതലാണ്, സപ്ലൈ. ഇതന്നെയാണ് എഞ്ചിനീയറിംഗിലും സംഭവിക്കുന്നത്. എഞ്ചിനീയറിംഗിൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവിടെ ആളുകളുടെ എണ്ണം കൂടി, റൈറ്റ്? ഇന്ന് ഇത് കഴിഞ്ഞ് കുറേ പേര് ബാങ്കിൽ ജോലിക്ക് കയറി. ബാങ്കിൽ ജോലിക്ക് കയറി. ഇനി വിദേശത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ഫസ്റ്റ് മൂവേഴ്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ യൂറോപ്പിൽ ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ട് ഞാനും ട്രാവൽ ചെയ്തതാണ്. അപ്പോൾ സുജിത്ത് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നെക്കാളും. അവിടെ ഈ പറഞ്ഞ പോലെ ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ അവർക്ക് കുറേ ജോബ്സിന് സ്വാഭാവികമായിട്ട് ആളുകളെ വേണം. ഫസ്റ്റ് കയറിപ്പോയ ആളുകൾക്കൊക്കെ അവിടെ PR മറ്റു കാര്യങ്ങളൊക്കെ കിട്ടി. ഇത് കണ്ട് പിന്നാലെ പോയ ആളുകൾക്ക്, പല ആളുകൾക്കോ അവർ അവിടെ ഇന്ത്യക്കാർക്ക് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട പല കോളേജുകളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, പല ആളുകളും പോകുന്നത്. അവർക്ക് കുറേ കടം, എന്താ പറയുക, ലോൺ എന്നുള്ളതല്ലാതെ പല ആളുകളും ഇപ്പോൾ പല ക്രൈസിസും അനുഭവിക്കുന്നത് നമ്മൾ തന്നെ കേൾക്കുന്നു. അപ്പോൾ ആ ട്രെൻഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ പോളിസി എന്നുള്ളത്. അപ്പോൾ കാലോചിതമായിട്ട് നമ്മളെപ്പോഴും എന്താ പറയുക, ഇപ്പോൾ എന്ത് എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നത്. ഒരു 10 years ഡൗൺ ദ ലൈൻ ഈ വേൾഡ് എന്താവും? അതാണല്ലോ ചോദ്യം. 10 years ഡൗൺ ദ ലൈൻ ഈ ഈ AI മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്തായിരിക്കും? എന്ത് കൈൻഡ് ഓഫ് ആളുകളായിരിക്കും നമുക്ക് വേണ്ടി വരിക, റൈറ്റ്? ആ 10 years ഡൗൺ ദ ലൈൻ അല്ലെങ്കിൽ 20 years ഡൗൺ ദ ലൈൻ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? അതിനനുസരിച്ച് നമ്മുടെ കോളേജുകളിൽ എന്തെല്ലാം കോഴ്സുകളാണ് കൊണ്ടുവരേണ്ടത്, എന്തെല്ലാം ഫെസിലിറ്റീസാണ് കൊണ്ടുവരേണ്ടത്? ഈ കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. പകരം നമ്മൾ പലപ്പോഴും മലയാളി ഇസ് ഇൻ എ ലൂപ്പ്. നമ്മൾ പെട്ടെന്നൊരു സംഭവം കാണുന്നു. ഇപ്പോൾ നമ്മൾ മലപ്പുറത്തൊക്കെ പറയാറുണ്ട്, ഒരാൾ ടർഫ് തുടങ്ങുന്നു, അത് വിജയിച്ചാൽ ഉടനെ അപ്പുറത്തൊക്കെ ഒരുപാട് ടർഫ് കൊടുക്കുന്നു, മന്തിക്കട തുടങ്ങുന്നു, പിന്നെ കുറേ ഞങ്ങൾ മലപ്പുറത്തുകാരെ കുറിച്ച് പൊതുവെ പറയാറുണ്ട്. ഇവിടെ പറയാറുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഒരാൾ വിദേശത്ത് പോയാൽ പിന്നെ നമ്മളെല്ലാവരും പോകും, ഒരാൾ CA പോയാൽ പിന്നെ എല്ലാവരും പോകും, ഒരാൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പിന്നെ എല്ലാവരും അതിന് പോകുന്നു. എന്നുള്ളതിനപ്പുറം ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് നോക്കിക്കൊണ്ട് വേൾഡ് എങ്ങോട്ടാണ് ട്രെൻഡ് ചെയ്യുന്നത്, അതിനനുസരിച്ച് എൻ്റെ സ്കില്ല് എനിക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് സ്കില്ലാണ് ഉള്ളത്, എനിക്ക് ആ ഒരു 10 years ഡൗൺ ദ ലൈൻ വേൾഡിൽ എങ്ങനെയാണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരാളും ജനറലി എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം, നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള സ്റ്റേറ്റ്സിലൊന്നാണെന്ന് കേരളം. അറൗണ്ട് 31% അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള സ്റ്റേറ്റാണ്. ബട്ട് വി ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് ജോലി എടുക്കാൻ ഏതർ നമ്മൾ തയ്യാറല്ല, അതല്ലെങ്കിൽ അതിന് യോജിച്ച ആളുകളെ നമുക്ക് ഹയർ ചെയ്യാൻ നമുക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങളുടെ കമ്പനി തന്നെ പലപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അത് വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ജോബ്സിനൊന്നുമല്ല, ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു ജോബിന് അത് ചെയ്യാനുള്ള, അതിൽ ഗ്രോ ചെയ്യാനുള്ള റൈറ്റ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ പലപ്പോഴും നമുക്ക് കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ചാണ് വരേണ്ടത്. എന്നുള്ളത് ഈ ഇപ്പോൾ നമ്മൾ കോളേജിൽ പഠിപ്പിക്കുന്ന എന്തൊരു വിഷയവും, ഇപ്പോൾ നമുക്ക് ഹിസ്റ്ററി ആവട്ടെ, മാത്തമാറ്റിക്സ് ആവട്ടെ, ഈവൻ എഞ്ചിനീയറിംഗ് ആവട്ടെ, ഇതിനേക്കാളും ബെസ്റ്റ് ലെക്ചേഴ്സ് നമുക്കിന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ അവൈലബിൾ അല്ലേ? നിങ്ങൾക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കേൾക്കാം. IITസിലെ പ്രൊഫസേഴ്സിൻ്റെ എല്ലാ കോഴ്സസും NPTEL എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് വേൾഡിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആളുകളുടെ ക്ലാസ്സസും മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. AIക്ക് ഒരു പക്ഷേ അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തത് എന്താണ്? അത് ഹ്യൂമൻ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തൊരു കാര്യമാണ്. അത് ഇറ്റ് വിൽ ടേക്ക് ടൈം. ആസ് ഓഫ് നോ AIക്ക് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ഡയഗ്നോസിസ് ഈ പറഞ്ഞതുപോലെ ഒരു AI മെഷീൻ എന്ത് ചെയ്യാം, മേ ബി പെട്ടെന്ന് ഈ രോഗിക്കുന്ന അസുഖമാണെന്ന് പറയാം. പക്ഷേ ഒരു എമ്പതിയോട് കൂടിയിട്ട് ഒരു രോഗിക്ക് നിങ്ങൾക്ക് മേ ബി ക്യാൻസർ ആണ് എന്നുള്ളത്, നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ സമാധാനിക്കൂ, നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവും എന്നുള്ളതും ഒന്ന് സമാശ്വാസിപ്പിക്കുന്ന ഒരു ഡോക്ടറെ നമ്മൾ നല്ല ഡോക്ടർ എന്ന് വിളിക്കും. കാരണം അയാൾക്ക് എമ്പതി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ നേച്ചർ ഉണ്ട്. ഈ എമ്പതി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ നേച്ചർ റീപ്ലേസ് ചെയ്താൽ അല്ലെങ്കിൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഡോക്ടറും ഈ മെഷീനും ഒരേപോലെയാണ് അല്ലേ? ഒരു അഡ്വക്കേറ്റ്, ആ അഡ്വക്കേറ്റിന് ഇപ്പോൾ നമ്മൾ പല സുപ്രീം കോടതി വിധിയൊക്കെ കാണുമ്പോൾ 1965 ഇന്ന കോടതി വിധിയിൽ ഇന്ന് സംഭവിച്ചു എന്നൊക്കെ ഇതൊന്ന് സെർച്ച് ചെയ്തെടുക്കാൻ ഒരു അഡ്വക്കേറ്റ് കേസ് ഫയൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ChatGPTയോട് ചോദിക്കാം. പക്ഷേ രണ്ട് കക്ഷികൾ വരുമ്പോൾ ആ കക്ഷികളെ മേ ബി കോടതിയിൽ കൊണ്ടുപോകാതെ അവരെ മീഡിയേറ്റ് ചെയ്ത് ആ പ്രശ്നം തീർക്കുക എന്നുള്ളതായിരിക്കും ഒരു നല്ല അഡ്വക്കേറ്റിൻ്റെ കഴിവ് എന്നുള്ളത്. ആ മീഡിയേഷൻ, ആളുകളെ എന്താ പറയുക, ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കഴിവ് എന്നുള്ളത്. ആ കണക്ട് ചെയ്യാനുള്ള കഴിവ് ഒഴിവാക്കി കഴിഞ്ഞാൽ അയാൾക്ക് പകരം മേ ബി ഒരു ലോ പോയിൻ്റ് അറിയാൻ നമുക്ക് ChatGPT മതി, അയാൾ ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഈ ഹ്യൂമൻ ഇൻട്രാക്ഷൻ
ഇൻട്രാക്ഷൻസും ഹ്യൂമൺ ഇമോഷൻസും ഹ്യൂമൺ സ്കിൽസുമാണ് മനുഷ്യനെ മേ ബി അടുത്തൊരു 10 വർഷത്തിൽ ഏറ്റവും വ്യത്യസ്തമാക്കി നിർത്തുന്ന മറ്റൊരു എലമെൻ്റ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ഹാൻഡ്സ് ഓൺ വർക്ക് പോലെ തന്നെ മറ്റൊരു എലമെൻ്റ് എന്നുള്ളത്. ഇത് നമുക്ക് എവിടുന്നാണ് കിട്ടുക? നമ്മൾ 3 മാസം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന കോഴ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഇന്ന സ്കില്ല് പഠിപ്പിക്കുന്ന കോഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു 3 മാസം കൊണ്ട് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു 3 മാസം കൊണ്ട് ഈ ഒരു എംപതി പഠിപ്പിക്കുന്ന, ഒരു 4 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കൽ തിങ്കിങ് പഠിപ്പിക്കുന്ന, ക്രിയേറ്റിവിറ്റി പഠിപ്പിക്കുന്ന കോഴ്സ് നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഇതൊന്നും ആരും ഓഫർ ചെയ്യുന്നില്ലല്ലോ. ഇത് നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മൾ കിട്ടുന്നതാണ്. നമ്മുടെ കോളേജിൽ ഒരു ആർട്സ് ഫെസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ക്രിയേറ്റിവിറ്റി എന്നുള്ള എലമെൻറ്റ് നമ്മളിൽ വരിക. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോഴായിരിക്കും ലീഡർഷിപ്പ് എന്നുള്ള ഒരു എലമെൻറ്റ് നമുക്ക് വരിക. അല്ല, ഇതൊന്നും ഒരു കോഴ്സിലൂടെ പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ കോളേജുകൾ മാറേണ്ടത് കുറച്ചുകൂടി ഇത്തരത്തിലുള്ളൊരു ഹ്യൂമൻ സ്കിൽസ് കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്ലാറ്റ്ഫോംസ് ആയിട്ട് അത് കുട്ടികളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്ര ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് ഈവൺ IITസിന് മാത്രമല്ല, നമുക്ക് ഏത് കോളേജിലും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ കോഴ്സ് വർക്കിനപ്പുറം, കോഴ്സ് വർക്ക് ഡെഫിനറ്റ്ലി വേണം, പക്ഷേ കോഴ്സ് വർക്ക് എന്നുള്ളത് ഈസിലി റീപ്ലേസബിൾ. നിങ്ങളെക്കാളും ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ആളാണ്, മാത്സും ഫിസിക്സൊക്കെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പാണ് എന്നെക്കാളും നല്ല ടീച്ചേഴ്സ് ഉണ്ട്. ആ എന്നെക്കാളും നല്ല ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ഇന്ന് കുട്ടികൾക്ക് യൂട്യൂബിൽ കിട്ടും, അത് യാതൊരു സംശയമില്ല, അല്ലേ? അപ്പോൾ പക്ഷേ ആ ടീച്ചർ എന്നുള്ളതിനേക്കാളും അപ്പുറം എൻ്റെ ഒരു മെൻറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ചിലപ്പോൾ ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുത്ത് നീ ഇങ്ങനെ ചെയ്യടാ എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും എനിക്കൊരു ടീച്ചർ എന്നുള്ള ക്വാളിറ്റിയേക്കാളും എൻ്റെ ഒരു ബെറ്റർ ക്വാളിറ്റി എന്നുള്ളത്. അത് പക്ഷേ ഒരു നോർമൽ ടീച്ചർക്ക് ചിലപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, അത് AIക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, അല്ലേ? അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്. ഇതിനനുസരിച്ച് നമ്മുടെ കോളേജുകൾ മാറണം. മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾ കോളേജ് ഉപേക്ഷിച്ച് പോകും. കുട്ടികൾക്ക് അവിടെ എത്തിയിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ കോളേജ് ഉപേക്ഷിച്ച് പോകും. അതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ളത്. ഇപ്പോൾ പിന്നെ ധാരാളം ഷോർട്ട് ടേം കോഴ്സസ് ഭയങ്കരമായിട്ട് പോപ്പുലറായിട്ട് വരുന്നുണ്ട്. ഈ 6 months കോഴ്സ്, 1 week കോഴ്സ്, 1 month കോഴ്സ്, അതായത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്. എന്നെ ഞാൻ കഴിച്ച ഒരാളെ കണ്ടപ്പോഴത്തേക്കിനും ഷി വാസ് ടെല്ലിങ്, ഞാൻ 75,000 രൂപ കൊടുത്തിട്ട് സാരി ഡ്രൈപ്പിങ്ങിൻ്റെ കോഴ്സിന് പോയിട്ട് എത്ര 2 ദിവസത്തെ കോഴ്സ് എന്തോ 2 ദിവസം കൊണ്ട് 75,000 രൂപയാണ് സാരി ഡ്രൈപ്പിങ്ങിൻ്റെ കോഴ്സ്. ഷീസ് മേക്കിംഗ് ഒരു സാരി ഡ്രൈപ്പിങ്ങിന് പോകുമ്പോഴത്തേക്കിനും 5,000 രൂപ 7,500 രൂപ ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ലൈക്ക് ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്കിനും. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ അത്രയും. പിന്നെ വേറെ ഇവിടെ കൊച്ചിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഇപ്പോൾ കേക്ക് ബേക്കിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലാതെ പപ്സ് ഉണ്ടാക്കുന്നത്, ബേക്കറിയിലേക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കുന്ന കോഴ്സ്, 1 month കോഴ്സ്, 2 months കോഴ്സ്, 3 months കോഴ്സ്. പിന്നെ എന്താ പറയുക, ഈ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും, ചെറിയ ചെറിയ സാധനങ്ങൾ, ഇപ്പോൾ പാസ്ട്രീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ദേ ക്യാൻ ഈവൻ വർക്ക് ഇൻ എ ഷിപ്പ്. അവർക്കൊരു ആഡ് ഓൺ കോഴ്സ് പോലെയാണ്. അങ്ങനെയുള്ള ആഡ് ഓൺ കോഴ്സുകൾ പഠിക്കാൻ ഇപ്പോൾ ധാരാളം ആളുകൾ. ഇത് ജോബ് ഓറിയൻറ്റഡ് ആണല്ലോ, ജോബ് ഓറിയൻറ്റഡ് സംഭവമാണല്ലോ. പക്ഷെ അത് പലതും ഈസിലി റീപ്ലേസബിൾ ആണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഡ്രൈവർ, ഒരു ഡോക്ടർ എടുക്കാം. ഒരു ഡോക്ടർക്ക് ഒരു MBBS കഴിഞ്ഞാൽ നമ്മൾ 1 ലക്ഷം രൂപ സാലറി കൊടുക്കും. 8 മണിക്കൂർ അയാൾ വർക്ക് ചെയ്യുന്നു. ഒരു ഡ്രൈവർക്ക് നമ്മൾ 8 മണിക്കൂർ വർക്ക് ചെയ്താൽ മേ ബി 25,000 രൂപ സാലറി കൊടുക്കും. എന്താ റീസൺ? ആ ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ 5 വർഷം പഠിച്ച ഒരാളെ അവിടെ കൊണ്ടുവന്നിരുത്തണം. ഒരു ഡ്രൈവിംഗ് ഒരു 2 മാസം കൊണ്ട് ആർക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 2 ദിവസത്തെ ഒരു കോഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ 3 ദിവസത്തെ കോഴ്സ് കൊണ്ട് ഒരാൾക്ക് 5,000 രൂപ ഉണ്ടാക്കാമെങ്കിൽ ഇത് കാണുന്ന ബാക്കിയുള്ളവരൊക്കെ എന്താ ചിന്തിക്കുക? ഇത് കൊള്ളാം, 2 ദിവസത്തെ കോഴ്സിന് എനിക്കും പോകാം. 2 ദിവസത്തെ കോഴ്സ് എന്നുള്ളത് ഒരു വലിയൊരു ബാരിയർ ഇല്ലാത്തൊരു സംഭവമാണ്, ആർക്കും പോകുന്നൊരു സംഭവമാണ്. ഡെഫിനറ്റ്ലി ആ മേഖല എന്ത് ചെയ്യും? ഈ പോകുന്ന ഒരാൾക്ക് നല്ല എക്സ്പെർട്ടീസ് അയാൾ ഗെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും ഡൈല്യൂട്ടഡ് ആവും. ഇപ്പോൾ സോഷ്യൽ മീഡിയ അതേപോലെയല്ല. ഇപ്പോൾ ഇത് കുറേ കാലമായി ചെയ്യുന്നതാണ്. എത്രയോ ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നു, പെട്ടെന്ന് കുറേ ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നു. മേ ബി എനിക്ക് തോന്നുന്നത്, മേ ബി ഒരു പോയിന്റിൽ ഇൻഫ്ലുവൻസേഴ്സ് ഏൺ ചെയ്തത് മേ ബി ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താ? ആളുകളുടെ എണ്ണം കൂടി. ഈ എൻട്രി ബാരിയർ, ആർക്കും ഒരു ക്യാമറ ആൾക്കാർ പലരും അതേപോലെ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ആളുകളുടെ എണ്ണം എഗെയിൻ സപ്ലൈ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നമാണ്. ആളുകളുടെ സപ്ലൈ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ കുറയും, ഏണിംഗ് കേപ്പബിലിറ്റി കുറയും. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോഴേക്കും എല്ലാവരും കൂടി ഇടിച്ചു കയറുകയാണ്, ഇതാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, റൈറ്റ്? അപ്പോൾ ചില ആളുകൾക്ക് അത് വർക്ക് ആവും. അതിൽ വളരെ എക്സ്പെർട്ടീസ് ഉള്ള ആളുകൾക്ക്, അത് നന്നായി ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് അത് കുറേ ടൈം സ്പെൻഡ് എല്ലാവർക്കും IIT പറ്റില്ലല്ലോ. അതെ, അതേപോലെ തന്നെ സിമിലർലി സെയിം സംഭവം. പല എല്ലാ മേഖലയും നമ്മൾ കേറ്റർ ചെയ്യണമല്ലോ. അതെ. അപ്പോൾ ആ ഒരു രീതിയിൽ കുട്ടികൾ ഇപ്പം പലരും ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേം കോഴ്സുകൾ പലതും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു അഫക്റ്റ് ചെയ്യാത്ത മേഖല എന്നൊക്കെ പറയുമ്പം ഏതാണ്? ഇപ്പം കോമേഴ്സ് വലിയ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കിപ്പോഴും, അല്ലേ? അതെ, അത് നമ്മൾ ഇതിനൊക്കെ എഫക്റ്റ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മെഡിക്കൽ രംഗത്ത് ഇപ്പോൾ നഴ്സിംഗ് പോലുള്ള കോഴ്സുകളൊന്നും
കാര്യമായിട്ട് അങ്ങനെ എഫക്ട് ചെയ്തിട്ടൊന്നുമില്ല. അതൊക്കെ ഇപ്പോഴും പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണ് നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ. പാരാമെഡിക്കലിന് കുട്ടികൾ പോകുന്നുണ്ട്, പക്ഷേ ജോബ്സ് കിട്ടാനുള്ള ചാൻസസ് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതൊരു ഇപ്പോഴും ഒരു ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ഹൈ സാലറി ഡ്രോ ചെയ്യുന്ന ആളുകളൊക്കെ വളരെ കുറവാണെന്നുള്ളത്. പുറത്തേക്കൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവർക്കൊക്കെ ഇപ്പോഴും. മെഡിക്കൽ രംഗത്ത് ഇപ്പോഴും നല്ല സാധ്യതകൾ തന്നെയാണ്. ശരിക്കും എന്താ പറയുക, ഇഫ് യു ക്യാൻ ഡ്രീം യു ഷുഡ് ഓൾവേസ് ഡ്രീം ഫോർ ബെറ്റർ തിങ്സ്. അത് അത്ര തന്നെ ഉള്ളൂ. നമുക്ക് എത്താവുന്ന ഏറ്റവും ബെസ്റ്റിൽ തന്നെ ഡ്രീം ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത് അല്ലേ? യെസ് ഇൻ എ വേ യെസ്. അതുകൂടി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ആളുകൾ ഡ്രീം ചെയ്യട്ടെ, ആളുകൾ നല്ല സ്ഥലങ്ങളിൽ എത്തട്ടെ, അതിനുള്ള കേപ്പബിലിറ്റി കൂടി വേണം എന്നുള്ളതാണ്. ആ കേപ്പബിലിറ്റി ഇല്ലാതെ ഡ്രീം മാത്രം ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ആ ഗോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, കുട്ടികൾക്ക് ആളുകൾക്ക് ഗോൾ വേണം എന്നുള്ളത്. പക്ഷേ ഇവർ ബിൽഡ് എ സിസ്റ്റം ഫോർ സക്സസ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ചെയ്യുന്നു, എങ്ങനെയാണ് സോഷ്യൽ മീഡിയ, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ സോഷ്യൽ മീഡിയ പഠിച്ചിട്ടാണോ നമ്മളാരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലൊന്നും അങ്ങനത്തെ സംഭവമേ ഇല്ല. നമ്മുടെ കോളേജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോളേജ് സമയത്തായിരിക്കും ഇത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച്, യൂട്യൂബിനെ കുറിച്ച്. ഇപ്പോൾ യു ഹാവ് മോർ എക്സ്പീരിയൻസ് ദാൻ മീ ഓൺ ദാറ്റ്. സുജിത്ത് ആലോചിച്ചിറങ്ങുന്നുണ്ടാവുക, ഞാനും ഈ പറഞ്ഞ പോലെ കോളേജ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്താണ് ആലോചിച്ചിറങ്ങുന്നത്. നമുക്കാരും പഠിപ്പിച്ചു തന്നിട്ടും അല്ലല്ലോ. നമ്മളത് നമ്മുടെ സമയത്ത് തന്നെ തുടങ്ങിയ ആളുകളുണ്ടാവും, പക്ഷേ നമ്മളത് കൺസിസ്റ്റൻ്റായി ചെയ്തു. സുജിത്ത് അത് വളരെ കൺസിസ്റ്റൻ്റായി ചെയ്തു. കൺസിസ്റ്റൻ്റായി ചെയ്തപ്പോൾ കുറേ ലേണിങ്സ് അതിൽ നിന്ന് കിട്ടി. ആ ലേണിങ്സ് വീണ്ടും അപ്ലൈ ചെയ്തു, അപ്പോൾ പുതിയ ലേണിങ്സ് കിട്ടി. ഇല്ല, ഇങ്ങനെയാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഏരിയയിൽ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, നമുക്ക് അവിടെ ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇനിയൊരു 2 months കോഴ്സോ അല്ലെങ്കിൽ 2 year കോഴ്സോ ആവട്ടെ, അവിടെ വെച്ച് അത് നിർത്തി പോകുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് അതിൻ്റെ മേലെ ഇനി വേറെ കോഴ്സുകളാവാം, വർക്ക് എക്സ്പെർട്ടീസ് ആവാം. സ്ട്രഗിൾ ഇത് ബിൽഡ് ചെയ്യുമ്പോഴാണ് ഡെഫിനറ്റ്ലി അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനിയൊരു ഓൺടർപ്രണർ ലെവലിൽ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട്സ് യുവർ നെറ്റ് വർത്ത് ഓഫ് യുവർ എക്സ് ആൻഡ് വൈ? അയ്യോ, ഒരു ഓൺടർപ്രണർ എന്നുള്ള രീതി ചോദിക്കാമല്ലോ, അങ്ങനെയും ചോദിക്കണ്ടേ? എക്സ് ആൻഡ് വൈയുടെ നെറ്റ് വർത്ത് എന്ന് പറയുമ്പോൾ വാല്യുവേഷൻ ഈസ് ഓൾവേസ് എന്താ പറയുക, ഒരു അത് പുറത്തുള്ളവർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. വാട്ട് ഐ ക്യാൻ ടെൽ ഈസ് വി ആർ എ പ്രോഫിറ്റബിൾ കമ്പനി. ഈ പറഞ്ഞ പോലെ അധികം ബേൺ ചെയ്യാതെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് MCAയിൽ ഫയൽ ചെയ്യുന്നൊരു കമ്പനിയാണ് എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒരു റവന്യൂ എന്നുള്ളത്, ഈ വർഷത്തെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടില്ല, കഴിഞ്ഞ വർഷത്തെ അതായത് 2024-25 റവന്യൂ എന്നുള്ളത് more than $1 million ആണ് നമ്മുടെ ഒരു റവന്യൂ എന്നുള്ളത്. വാല്യുവേഷൻ അതിൻ്റെ ഒരു 10x ഓക്കെ 5x ആൾക്കാർക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, ആൾക്കാർക്ക് പറയാം. അതാണ് നമ്മുടെ റവന്യൂ എന്നുള്ളത്. റൈറ്റ്, ഓൾസോ അറൗണ്ട് 10 crores. സോ ഇതിനപ്പുറത്തേക്ക് ഒരു IIT പ്രോഡക്റ്റ് ആയിട്ടുള്ള ആള് എൻ്റെ മുമ്പിൽ ഇരുന്ന് വേറെ എന്ത് പറയാനാണ് അല്ലേ? കാരണം പുള്ളി ഇന്റലിൽ എത്ര ഒരു ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഹീ വാസ് ഡ്രീമിങ് ബിഗ് ആൻഡ് പുള്ളിയുടെ ആ ഒരു പഠിപ്പിക്കുക അല്ലെങ്കിൽ ടീച്ചിങ് എന്നുള്ള ആ ഒരു പാഷനായിട്ട് മുന്നോട്ട് വന്നു. കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനൊരു ഐഡിയ സ്ട്രൈക്ക് ചെയ്തു, അത് യൂട്യൂബ് ചാനൽ തുടങ്ങി, അത് ആളുകൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ എക്സ് ആൻഡ് വൈ ലേണിംഗ് ആരംഭിച്ചു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 100-200 ആളുകൾ ജോലി ചെയ്യുന്ന 5000-ഓളം സ്റ്റുഡൻസ് അതിനെ പഠിക്കുന്ന, ഇനിയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാക്കി അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് അദ്ദേഹം അച്ചീവ് ചെയ്തൊരു കാര്യം അല്ലേ? യെസ്, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. എന്തായാലും കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഇനിയും വലിയൊരു എന്താ പറയുക, ഈ പറഞ്ഞ താങ്കളുടെ ഒരു പൊട്ടൻഷ്യൽ പറഞ്ഞല്ലോ, എത്ര 2.5 ലക്ഷം സ്റ്റുഡൻസ് അല്ലേ? അതെ, 2.5 ലക്ഷം ഇല്ലെങ്കിലും ഒരു 10-25,000 സ്റ്റുഡൻസിന്റെ വലുപ്പത്തിലെങ്കിലും വളർന്ന് ഈ പറഞ്ഞ പോലെ ഒരു 5000-ഓളം ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു ലെവൽ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇരിക്കാം. തീർച്ചയായിട്ടും നമ്മളൊന്നും കൂടി ഇരിക്കണം. ആ ലെവലിലേക്ക് എക്സ് ആൻഡ് വൈ ലേണിംഗ് വളരട്ടെ. താങ്കളുടെ വീക്ഷണങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ആ രീതിയിലേക്ക് ഉയർന്നു വരട്ടെ. കുറേ കുട്ടികൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലൂടെ ഒരു നല്ലൊരു ഫ്യൂച്ചറും ഉണ്ടാവട്ടെ. അത് തന്നെയാണ് ഞങ്ങളുടെ ഡ്രീം എന്നുള്ളതും. നമ്പേഴ്സിലപ്പുറം ഡെഫിനറ്റ്ലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. ഒരു 5000 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സ്റ്റുഡൻസ്, അത്രയധികം ഫാമിലീസാണ്, അവരുടെ ഫ്യൂച്ചറാണ്. അതിൽ ഒരുപാട് ആളുകളുടെ ലൈഫ് നമ്മൾ കാരണം ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് തിങ് ഇൻ ദാറ്റ്. അതാണ് നമ്മുടെ ഒരു ഡ്രീം എന്നുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച് അജ്മൽ ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ podcast. Yeah, thank you. Thank you.